ഓക്കെ, നമ്മള് ഇപ്പൊ നിങ്ങള് 4 മോഡ്യൂൾസ് കവർ ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിപ്പം ലാസ്റ്റ് മോഡ്യൂൾ 5th മോഡ്യൂൾ ആണ് കവർ ചെയ്യാൻ പോകുന്നത്. ഈ 5th മോഡ്യൂൾ എന്ന് പറയുന്ന പോയിന്റേഴ്സ് ആൻഡ് ഫയൽസ് എന്ന് പറയുന്ന മോഡ്യൂൾസ് ആണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് പാർട്ട് പോയിന്റേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇന്ന് പോയിന്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ ഫയൽസും പറഞ്ഞിട്ട് പിന്നെ അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പോയിന്റേഴ്സ് എന്ന് പറയുന്നത് ഈ സീക്കകത്ത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. പോയിന്റേഴ്സ് നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പൊ പോയിന്റേഴ്സിന്റെ ഒരു കറക്റ്റ് ഐഡിയ നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ശരിക്കും ആ പോയിന്റേഴ്സിന്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ഉണ്ടായിരിക്കണം. അത് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആ ഒരു ഐഡിയ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം കേട്ടോ. സ്ലൈഡ് മാറുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നില്ലേ? ഉണ്ട് മിസ്, ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ശരിക്കും നമ്മൾ ഒരു നോർമൽ വേരിയബിളും, നോർമലി നമ്മൾ വേരിയബിൾസ് എന്തിനാ യൂസ് ചെയ്യുന്നത്? സിയിൽ നമ്മൾ വേരിയബിൾസ് എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്തിനാ സിയിൽ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്? ആക്ച്വലി വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് എ വേരിയബിൾ? എന്താ വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സിയില്? പഠിച്ചില്ലേ നിങ്ങള്? മെമ്മറി ഹോൾഡ് ചെയ്യുന്ന പാർട്ട്. അതാ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വേരിയബിൾ ഇസ് ആൻ എൻറ്റിറ്റി ദാറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ എ വാല്യൂ അല്ലേ? ഒരു എന്തെങ്കിലും ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പം ശരിക്കും വേരിയബിൾ എന്ന് പറയുന്ന ഒരു ഐഡന്റിഫയർ ആണ്. അപ്പം നമ്മൾ വേരിയബിൾസ് എങ്ങനെയാ ഡിക്ലെയർ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കുറെ റൂൾസ് ഒക്കെ നമ്മൾ ആദ്യം ഫസ്റ്റ് മോഡ്യൂൾസിലൊക്കെ പഠിക്കും. വേരിയബിൾസ് ഒരിക്കലും നമുക്ക് ഒരു ഡിജിറ്റ് ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല, സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? ഒന്നുകിൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ അണ്ടർസ്കോർസ് ഒക്കെ ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം ശരിക്കും ഒരു നോർമൽ വേരിയബിളും പോയിന്റർ വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നോർമൽ വേരിയബിൾസ് എന്ന് പറയുന്നത് നോർമലി നമുക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നെങ്കിൽ, ഈ പോയിന്റർ വേരിയബിൾ എന്ന് പറയുന്നത് അഡ്രസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ശരിക്കും നമ്മുടെ മനസ്സിൽ ഒരു വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് യൂസ് ടു സ്റ്റോർ എ വാല്യൂ, ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി. എന്നാൽ പോയിന്റർ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്രസ്, അതായത് വേറെ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും അതിനകത്ത് ഇപ്പം ഒരു പോയിന്റർ വേരിയബിളിനെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും വി വോണ്ട് ഗെറ്റ് ദി വാല്യൂ, നമുക്ക് ഒരിക്കലും വാല്യൂ കിട്ടത്തില്ല. ഏതെങ്കിലും ഒരു മറ്റൊരു വേരിയബിളിന്റെ ഒരു അഡ്രസ് ആയിരിക്കും നമുക്ക് പോയിന്റർ വേരിയബിളിന് കിട്ടുന്നത്. ഇവിടെ നോക്കി, എ പോയിന്റർ ഇസ് എ വേരിയബിൾ ദാറ്റ് സ്റ്റോർസ് ദി മെമ്മറി അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. അതായത് മറ്റൊരു വേരിയബിളിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ പോയിന്റർ വേരിയബിൾ എന്ന് പറയുക. അപ്പൊ പോയിന്റർ ഇസ് എ വേരിയബിൾ ദാറ്റ് സ്റ്റോർസ് ദ മെമ്മറി അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ഓക്കെ, നോർമലായിട്ടുള്ള വേറെ വേരിയബിൾസിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏതാണ് യൂസ് ചെയ്യുന്നത്? പോയിന്റർ വേരിയബിൾ. ഇപ്പൊ സപ്പോസ് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ 10 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എക്സ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. എന്നാൽ എക്സിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ഒരു പോയിന്റർ വേരിയബിൾ വൈ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ വൈ എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആണ്. അത് എക്സിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ വൈനെ നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈന്ന് എപ്പോഴും നമുക്ക് എക്സിന്റെ അഡ്രസ് ആയിട്ടുള്ള ആ ഒരു വാല്യൂ, ആ ഒരു വലിയ വാല്യൂ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഒരിക്കലും അല്ലാതെ എക്സിന്റെ വാല്യൂ ആയിട്ടുള്ള 10 നമുക്ക് കിട്ടത്തില്ല. എക്സിന്റെ അഡ്രസ് ആയിരിക്കും നമ്മൾ വൈയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ പോയിന്റർ ഇസ് എ വേരിയബിൾ ദാറ്റ് സ്റ്റോർസ് ദ മെമ്മറി അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ദീസ് വേരിയബിൾ could be part of any type character in function, array or other pointers. അപ്പൊ ഈ പോയിന്റർ വേരിയബിൾ എന്ന് പറയുന്നത് അതായത് ഏത് ടൈപ്പ്, അതായത് ആക്ച്വലി നമുക്ക് എന്താ ഡേറ്റ ടൈപ്സ് പല വിധമുണ്ട്. ഏതൊക്കെയാണ് ഡേറ്റ ടൈപ്സ്? ഏതൊക്കെയാണ്
ഡേറ്റ ടൈപ്സ് ഏതൊക്കെയായിരുന്നു? ഇന്റ്, ചാറ്, ആ ക്യാർ. ഇന്റ്, ക്യാറ്, ഫ്ലോട്ട്, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ ടൈപ്സിന് എക്സാമ്പിൾ. അപ്പൊ ഇന്റ്, ക്യാറ്, ഫ്ലോട്ട് ഇതിനെയൊക്കെ നമ്മൾ പറയുന്ന ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് അല്ലെ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഓക്കെ, ഇനി നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് ഉണ്ട്. യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രക്ചർ, യൂണിയന്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് ആണ്. അതായത് അതിൻ്റെ അകത്ത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ടൈപ്സിനെ ഒന്നിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യുന്നതിന് യൂസറിന്റെ കൺവീനിയൻസ് അനുസരിച്ച് ഡിഫൈൻ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. അതിന് എക്സാമ്പിൾ ആണ് സ്ട്രക്ചർ എന്നൊക്കെ പറയും. സ്ട്രക്ചർ നിങ്ങൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചില്ലേ? സ്ട്രക്ചർ പഠിച്ചില്ലോ. അപ്പം സ്ട്രക്ചറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചർ റിലേറ്റഡ് ഇൻഫർമേഷൻസിനെ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ സ്ട്രക്ചറിന്റെ ഒരു അറയിൽ നിന്ന് സ്ട്രക്ചറിന്റെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറേ ക്യാൻ കണ്ടെയ്ൻ ഓൺലി ഹോമോജീനിയസ് കൈൻഡ് ഓഫ് ഡേറ്റ എലമെന്റ്. ഒരേ ടൈപ്പിലുള്ള ഡേറ്റ എലമെന്റ്സ് നമുക്ക് അറയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്റ് അറേ ഓഫ് 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ഇന്റ് അറേ ഓഫ് 10 എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പം അറേയിൽ നമുക്ക് 10 എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്റിജർ ടൈപ്പിലുള്ള എലമെന്റ്സിനെ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആരുടെ മൈക്ക് ഓൺ ആണ്? ഹലോ, മ്യൂട്ട് ചെയ്യണേ. ആരുടെ മൈക്ക് ഓൺ ആണ്? അത് മ്യൂട്ട് ചെയ്യണേ. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ഓൺ ചെയ്തിരിക്കുന്നവര്. ഓക്കെ, അപ്പം ശരിക്കും ഈ സ്ട്രക്ചർ എന്നൊക്കെ പറയുന്ന യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു സ്റ്റുഡന്റ് എടുക്കുകയാണെങ്കിൽ സ്റ്റുഡന്റിന്റെ നെയിം കാണും, റോൾ നമ്പർ കാണും, ഏജ് കാണും. അപ്പൊ നമ്മൾ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഒരു സ്ട്രക്ചർ, സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. എന്നിട്ട് ആ സ്ട്രക്ചറിനകത്ത് നെയിമിനെ നമ്മൾ ക്യാരക്ടർ അറേ ആയിട്ട് നെയിമിനെ കൊടുക്കും, ഏജിനെ നമ്മൾ ഇന്റിജർ ആയിട്ട് കൊടുക്കും, മാർക്കിനെ നമ്മൾ ഫ്ലോട്ട് ആയിട്ട് കൊടുക്കും. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അപ്പൊ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആണ്. എന്നാൽ നമ്മൾ ഈ പോയിന്റേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് ആണ്. അപ്പൊ ഡേറ്റ ടൈപ്സ് പല വിധത്തിലുണ്ട്. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ആണ് ഇന്റിജർ, ക്യാരക്ടർ, ഫ്ലോട്ട് എന്നൊക്കെ പറയുന്നത് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ആണ്. പിന്നെ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സിന് എക്സാമ്പിൾ ആണ് ഈ സ്ട്രക്ചർ, യൂണിയൻ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ പോയിന്റേഴ്സ് എന്ന് പറയുന്ന ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സിന് എക്സാമ്പിൾ ആണ്. ഇനി ഞാനിപ്പോ സ്ട്രക്ചർ, യൂണിയനും പറഞ്ഞപ്പോൾ ഒരു കാര്യങ്ങളോട് നിങ്ങളോട് ചോദിച്ചോട്ടെ. നിങ്ങൾ സ്ട്രക്ചർ, യൂണിയനും ഒക്കെ പഠിച്ചല്ലോ. എന്താണ് സ്ട്രക്ചർ, യൂണിയൻ തമ്മിൽ ഡിഫറൻസ് എന്തായിരുന്നു? നമ്മളിപ്പോ പോയിന്റേഴ്സിൽ നമ്മൾ ഇത്രയും പഠിച്ച മോഡ്യൂൾസിന്റെ എല്ലാ ആപ്ലിക്കേഷൻ പോയിന്റേഴ്സിൽ വരുന്നുണ്ട്. എന്തായിരുന്നു സ്ട്രക്ചർ, യൂണിയനും തമ്മിലുള്ള ഡിഫറൻസ്? ആരെങ്കിലും ഒന്ന് പറഞ്ഞ സ്ട്രക്ചർ, യൂണിയനും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന്? എന്തായിരുന്നു സ്ട്രക്ചർ, യൂണിയൻ തമ്മിലുള്ള ഡിഫറൻസ്? അറിയാമോ ആർക്കെങ്കിലും? ശരിക്കും സ്ട്രക്ചറിനകത്താണെങ്കിൽ നമ്മൾ എത്ര ഡേറ്റ മെമ്പേഴ്സ് ഉണ്ടോ ഓരോ ഡേറ്റ മെമ്പേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. എന്നാൽ യൂണിയനകത്താണെങ്കിൽ നമ്മൾ മെമ്മറി ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഷെയർഡ് മെമ്മറി കോൺസെപ്റ്റ് ആണ് എന്താണ് യൂണിയനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ചിലപ്പോൾ ഈ മൾട്ടിപ്പിൾ ചോയ്സിനകത്തൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ യൂണിയനകത്ത് നമ്മൾ മെമ്മറി ഷെയർ ചെയ്യുന്നു, സ്ട്രക്ചറിനകത്ത് നമ്മൾ ഓരോ സ്ട്രക്ചർ മെമ്പേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, മറ്റേ യൂണിയനകത്താണെങ്കിൽ ഏത് മെമ്പറിന്റെ ആണോ സൈസ് ഏറ്റവും കൂടുതൽ, അപ്പം ഇപ്പൊ എന്താണ് ക്യാരക്ടർ ഒരു മെമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക, ഫ്ലോട്ട് ഒരു മെമ്പർ ഉണ്ട്, ഇന്റ് ഒരു മെമ്പർ ഉണ്ട്, പിന്നെ ഡബിൾ ഒരു മെമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഡബിളിന്റെ സൈസിലുള്ള ഒരു മെമ്മറി യൂണിയന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ട് ആ മെമ്മറിയാണ് എല്ലാ മെമ്പേഴ്സും കൂടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അറ്റ് എ ടൈമിൽ നമുക്ക് ഒരു വാല്യൂവേ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ യൂണിയനകത്ത് അങ്ങനല്ല, ഓരോ ഡേറ്റ മെമ്പേഴ്സിനും
സെപ്പറേറ്റ് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഡിഫൈൻഡ്. ഇവിടെ പോയിന്റേഴ്സ് എന്ന് പറയുന്ന ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് ആണ്. അതായത് ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ആയിട്ടുള്ള ഇൻഡിജർ, ക്യാരക്ടർ, ഫ്ലോട്ട്, അപ്പൊ അതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡേറ്റ ടൈപ്പ് ആണ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം പോയിന്റർ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് ആണ്. പോയിന്ററിന്റെ ബേസ് എപ്പോഴും ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ആയിട്ടുള്ള ഇൻഡിജറും ഫ്ലോട്ടും ഒക്കെ ആയിരിക്കും. അത് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ നോക്കിയേ, പോയിന്റർ ഇസ് എ വേരിയബിൾ ദാറ്റ് സ്റ്റോർസ് ദ മെമ്മറി അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. These variables could be of any type, character, integer, function, array or other pointers. അപ്പം നമ്മുടെ പോയിന്റർ എന്ന് പറയുന്നത് that may be a character pointer or an integer pointer or a float pointer or a array pointer or a pointer to a pointer. Okay, അപ്പം ഏത് വേണമെങ്കിലും ആകാം പോയിന്റേഴ്സ് എന്ന് പറയുന്നത്. Pointers are derived data types in C. It is built from one of the fundamental data types available in C. Instead of holding a direct value, it has the address where the value is stored in the memory. Okay, അപ്പം ഒരിക്കലും പോയിന്ററിനകത്ത് ഒരു ഡയറക്റ്റ് വാല്യൂ കാണത്തില്ല. പോയിന്റർ കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് സം അതർ വേരിയബിൾ. ആ അഡ്രസ്സിൽ പോയിട്ട് നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ദാറ്റ് വേരിയബിൾ. ഓക്കെ, സപ്പോസ് എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എൻ ഇൻഡിജർ വേരിയബിൾ. എക്സിന്റെ വാല്യൂ 10 ആണെന്ന് വിചാരിക്കുക. വൈ എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആണെന്ന് വിചാരിക്കുക. വൈ കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈയില് നമ്മൾ വൈയുടെ മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ ദാറ്റ് വൈ കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് എക്സ്. എന്നിട്ട് ആ അഡ്രസ്സിൽ പോയി നമ്മൾ രണ്ടാമത് റെഫർ ചെയ്യുമ്പോൾ മാത്രമേ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ഹോൾഡിംഗ് എ ഡയറക്റ്റ് വാല്യൂ, ഇറ്റ് ഹാസ് ദ അഡ്രസ് വേർ ദ വാല്യൂ is stored in the memory. അപ്പം this allows us to access and manipulate the data stored in the memory location. ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സിയില് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഡയറക്റ്റ് മെമ്മറി മാനിപ്പുലേഷൻസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ പോയിന്റ്. അപ്പൊ നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, നമ്മൾ നോർമൽ വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നമ്മൾ പോയിന്റ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്? അപ്പൊ മെമ്മറിയുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയിന്റ് വേരിയബിൾ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ ഫംഗ്ഷൻസ് പഠിച്ചപ്പോൾ ഫംഗ്ഷനകത്ത് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. അപ്പൊ സ്വാപ്പ് നിങ്ങൾ ഫംഗ്ഷൻ പഠിച്ചപ്പോൾ സ്വാപ്പ് പ്രോഗ്രാം ചെയ്തതാണോ? സ്വാപ്പിംഗ് പറഞ്ഞു തന്നോ സാറ്? സ്വാപ്പിംഗ് പറഞ്ഞായിരുന്നോ? പറഞ്ഞു. ഓക്കെ, അപ്പം സ്വാപ്പിങ്ങില് ഇപ്പം കോൾ ബൈ വാല്യൂ വരുമ്പോൾ നമ്മൾ എന്താണ് ശരിക്കും ഒരു ആ ഒരു വേരിയബിളിന്റെ വാല്യൂവിന്റെ കോപ്പിയിലാണ് നമ്മൾ സ്വാപ്പ് ചെയ്യുന്നത്. ഒറിജിനൽ കണ്ടന്റ് ഒരിക്കലും മാറുന്നില്ല. മെമ്മറിയിലല്ല ആ ഒരു സ്വാപ്പിംഗ് നടക്കുന്നത്. എന്നാൽ കോൾ ബൈ റെഫറൻസിൽ നമ്മൾ അഡ്രസ് പാസ് ചെയ്യുന്നതുകൊണ്ടാണ് സ്വാപ്പിംഗ് നടക്കുന്നത്. അപ്പോൾ ഒറിജിനൽ മെമ്മറിയിൽ തന്നെ എന്താണ് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, അപ്പൊ ശരിക്കും ഒരു ഡയറക്റ്റ് മെമ്മറി മാനിപ്പുലേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോയിന്റർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് മെമ്മറി അലോക്കേഷൻ 2 ടൈപ്സ് ഉണ്ട്. ഡൈനാമിക് മെമ്മറി അലോക്കേഷനും ഉണ്ട്, സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഉണ്ട്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൺ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈൽ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ശരിക്കും പോയിന്റേഴ്സ് ആർ എസെൻഷ്യൽ വെൻ അലോക്കേറ്റിംഗ് മെമ്മറി അറ്റ് റൺ ടൈം. അപ്പൊ റൺ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിന് ഈ പോയിന്റർ എന്ന് പറയുന്ന വേരിയബിൾ വളരെ ഹെൽപ്ഫുൾ ആണ്. നമുക്കറിയാം എം അലോക്ക്, റി അലോക്ക്, സി അലോക്ക് എന്നൊക്കെ പറഞ്ഞ ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് റൺ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പോയിന്റർ കോൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഈ സ്വാപ്പ് ചെയ്യുന്ന ഫംഗ്ഷനിലോട്ട് വാല്യൂസിനെ പാസ് ചെയ്തിട്ട് സ്വാപ്പിംഗ് ഒക്കെ നടത്തുന്നതിനും, അതായത് ഒറിജിനൽ വാല്യൂസിനെ സ്വാപ്പ് ചെയ്യുന്നതിനും ഒക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഈ ഒരു പോയിന്റർ കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഡിക്ലറേഷൻ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് കറക്റ്റ് ആയിട്ട് അതിന്റെ എന്താന്നുള്ളത്. ഇവിടെ നോക്കിയേ, ഈ എക്സാമ്പിൾ നോക്കണം. ഇവിടെ നോക്കിയേ, ഇന്റ് എ എന്ന് പറയുന്ന ഒരു നോർമൽ വേരിയബിൾ. ഓക്കെ, വാല്യൂ ഓഫ് ദാറ്റ് ഇന്റ് എ ഈസ് ഈക്വൽ ടു 10.
അപ്പൊ ആ എ എന്ന് പറയുന്ന ഒരു ഇന്റിജർ വേരിയബിൾ ആണ്. ദാറ്റ് കണ്ടെയ്ൻസ് ദ വാല്യൂ 10. 10 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് എയിൽ ഇരിക്കുന്നത്. അപ്പം ശരിക്കും എ എന്ന് പറയുന്ന ഒരു വാല്യൂ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എക്ക് വേണ്ടി മെമ്മറിയിൽ ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്യും. എ എന്ന് പറയുന്ന ഒരു ഇന്റിജർ വേരിയബിൾ ആണ്. ആ ഇന്റിജർ വേരിയബിളിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യും. അപ്പം എന്താണ് എ ഇപ്പം സ്റ്റോർ ചെയ്തിരിക്കുന്നത് 1000 എന്ന് പറയുന്ന അഡ്രസ്സിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് 10 ആണ്. ഓക്കെ, അപ്പം ഇന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ എ ഈസ് ആൻ ഇന്റിജർ വേരിയബിൾ ദാറ്റ് കണ്ടെയ്ൻസ് ദ വാല്യൂ 10. വെൻ വി ഡിക്ലെയർ ആൻ ഇന്റിജർ വേരിയബിൾ, some memory is allocated for that integer variable a. That address is 1000, and inside that 1000 memory location the value 10 is stored. Okay, അപ്പൊ അതിനകത്തായിരിക്കും എന്താണ് 10 സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിയേ ഇന്റ് സ്റ്റാർ ബി. അപ്പം ഈ ശരിക്കും പോയിന്ററിനെ എന്താണ് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാർ സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യും. ഇന്റ് സ്റ്റാർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആംപർസാൻഡ് എ. ആംപർസാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ അഡ്രസ്സിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആംപർസാൻഡ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഈ ആസ്റ്ററിസ്ക് സിമ്പിൾ യൂസ് ചെയ്യുന്നത് പോയിന്ററിനെ കാണിക്കുന്നതിനും ഈ ആംപർസാൻഡ് സിമ്പിൾ അഡ്രസ്സിനെ കാണിക്കുന്നതിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇന്റ് സ്റ്റാർ ബി എന്ന് നമുക്ക് ആദ്യമേ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും ബി ഇസ് എ പോയിന്റർ വേരിയബിൾ. ബിക്കോസ് ബിയുടെ തൊട്ട് മുന്നിലായിട്ട് എന്തുകൊണ്ട് സ്റ്റാർ എന്ന് പറയുന്ന സിമ്പിൾ ഉണ്ട്. അപ്പം സ്റ്റാർ ബി എന്ന് പറയുന്നത് അപ്പം ബി ഇസ് എ പോയിന്റർ വേരിയബിൾ ദാറ്റ് പോയിന്റ്സ് ടു സം അഡ്രസ് ഓഫ് സം ഇന്റിജർ വേരിയബിൾ. അപ്പൊ ഇന്റിജർ വേരിയബിളിന്റെ അഡ്രസ് ആണ് ഇത് പോയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്റ് സ്റ്റാർ ബി എന്ന് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു ക്യാരക്ടർ വേരിയബിളിന്റെ അഡ്രസ് ആണ് ഇത് പോയിന്റ് ചെയ്യുന്നെങ്കിൽ ക്യാർ സ്റ്റാർ ബി എന്ന് വരും. ഇനി ഒരു ഫ്ലോട്ട് പോയിന്ററിന്റെ ഒരു അഡ്രസ് ആണ് ഫ്ലോട്ട് വേരിയബിളിന്റെ അഡ്രസ് ആണ് പോയിന്റ് ചെയ്യുന്നെങ്കിൽ ഫ്ലോട്ട് സ്റ്റാർ ബി എന്ന് വരും. ഇവിടെ നോക്കിയേ ബി കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് എ. എയുടെ അഡ്രസ് ആണ് ബിയിൽ ഇരിക്കുന്നത്. അപ്പം എ എന്ന് പറയുന്നത് എന്തായിരുന്നു ഇന്റിജർ വേരിയബിൾ ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്റ് സ്റ്റാർ ബി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വേരിയബിൾ ആയിരുന്നെങ്കിൽ ക്യാർ സ്റ്റാർ ബി എന്ന് പറഞ്ഞു. അപ്പം സ്റ്റാർ ബി എന്ന് പറയുന്നത് ബി ഇസ് എ പോയിന്റർ വേരിയബിൾ. അപ്പൊ സ്റ്റാർ ബി എന്നല്ല നമ്മൾ പറയുന്നത്. ഇപ്പൊ ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ബി ഇസ് എ പോയിന്റർ വേരിയബിൾ ദാറ്റ് പോയിന്റ്സ് ടു ദി അഡ്രസ് ഓഫ് ആൻ ഇന്റിജർ വേരിയബിൾ എ. എയുടെ അഡ്രസ്സിലോട്ടാണ് അത് പോയിന്റ് ചെയ്യുന്നത്. അപ്പം ശരിക്കും ബി നമ്മൾ ഇന്റ് ബി എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ, അതായത് ബി എന്ന് പറയുന്ന പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ബിക്ക് വേണ്ടി ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ആ പോയിന്റർ വേരിയബിളിന് വേണ്ടി ഒരു അലോക്കേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് 2000. ഈ 2000ൽ ചെന്ന് നോക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദി അഡ്രസ് ഓഫ് എ. എയുടെ അഡ്രസ്, ബിക്കോസ് എന്താണ് ബി എന്ന് പറയുന്ന ദാറ്റ് ഈസ് ഈക്വൽ ടു ആംപർസാൻഡ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് ദാറ്റ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് എ. എയുടെ അഡ്രസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ബിക്കകത്ത് എന്താണ് ഇരിക്കുന്നത് 1000 ആണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബിക്കകത്ത് ഒരിക്കലും ഒരു വാല്യൂ അല്ല ഇരിക്കുന്നത്. ബി കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് സം അതർ വേരിയബിൾസ്. ഹിയർ ബി കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് എ അല്ലെ. എയുടെ അഡ്രസ് ആണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. എ ഈസ് ആൻ ഇന്റിജർ വേരിയബിൾ. ദാറ്റ്സ് വൈ വെൻ വി ഡിക്ലെയർ ദ പോയിന്റർ വേരിയബിൾ ബി വി യൂസ് ദാറ്റ് ഇന്റിജർ ഡേറ്റ ടൈപ്പ് ഹിയർ ഇന്റ് സ്റ്റാർ ബി. അപ്പൊ ഈ പോയിന്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ എപ്പോഴും ബേസ് ആയിട്ട് നിൽക്കുന്ന ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ആണ്. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സിനാണ് നമ്മൾ ഈ പോയിന്റർ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്താണ് ഈ ഇതിനെ നമ്മൾ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പം എന്താണ് പോയിന്റർ ഇസ് എ വേരിയബിൾ ദാറ്റ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് സം അതർ വേരിയബിൾ. ഏത് വേരിയബിളിന്റെ ആണോ അഡ്രസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് ആ വേരിയബിളിന്റെ ടൈപ്പ് ഏതാണോ ആ ടൈപ്പിലായിരിക്കും നമ്മൾ പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ ഇന്റിജർ വേരിയബിളിന്റെ അഡ്രസ് ആണ് ഇന്റ് എന്ന് പറഞ്ഞു തുടങ്ങും. ക്യാരക്ടർ വേരിയബിളിന്റെ അഡ്രസ് ആണ് ക്യാർ എന്ന് പറഞ്ഞു തുടങ്ങും. ഓക്കെ, അപ്പൊ പോയിന്റർ ആണ് ഒരു വേരിയബിൾ. ശരിക്കും ഞാൻ ഇന്റ് ബി എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു ആംപർസാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് എ പോയിന്റർ വേരിയബിൾ. പോയിന്റർ വേരിയബിൾ ആണ് ഹൗ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് by using this star symbol. We can understand that that variable is a pointer variable. A pointer variable always contains an address of some other variable. Okay, അപ്പൊ എപ്പോഴും ഇത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പം ഇവിടെ എ എന്ന് പറയുന്ന ഒരു നോർമൽ വേരിയബിൾ ആണ്. എ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ എക്ക് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു 1000 എന്ന് പറയുന്ന മെമ്മറി. ആ 1000 മെമ്മറിക്കകത്ത് എയുടെ വാല്യൂ ആയിരിക്കും ഇരിക്കുന്നത്. ഇനി ബി എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ നമ്മൾ എയുടെ അഡ്രസ് വെക്കുന്നത്. അപ്പം ബിയുടെ അകത്ത് എപ്പോഴും എയുടെ അഡ്രസ് 1000 ആയിരിക്കും. പക്ഷെ ബി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ബിക്ക് വേണ്ടി ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 2000. അപ്പൊ 2000 ചെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എയുടെ അഡ്രസ് ആയിരിക്കും കിട്ടുന്നത്.
പിന്നെ എന്നിട്ട് ഈ അഡ്രസ്സിൽ ചെന്ന് നോക്കിയാൽ, അതായത് 1000 ചെന്ന് നോക്കിയാലേ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ദാറ്റ് എയുടെ വാല്യൂ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് പോയിന്റർ യൂസ് ചെയ്യുന്നത് അത് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമാണ്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ, എഫിഷ്യന്റ് മെമ്മറി ആക്സസ് ആൻഡ് മാനിപ്പുലേഷൻ, പിന്നെ സ്ട്രിങ്സിലും അറേസിലും ഒക്കെ പല എന്താ ഓപ്പറേഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ പോയിന്റർ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ അതുപോലെ ഫംഗ്ഷൻസിലും സ്ട്രക്ചേഴ്സിലും എല്ലാം. ശരിക്കും ഡയറക്റ്റ് മെമ്മറി മാനിപ്പുലേഷൻ ആണ് ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള യൂസ് എന്ന് പറയാം. ഇനി ഇവിടെ നോക്കി, കൺസിഡർ ദ ഫോളോയിങ് എക്സാമ്പിൾ ടു ഡിഫൈൻ എ പോയിന്റർ which stores the address of an integer variable. Okay, അപ്പം consider the following example to define a pointer which stores the address of an integer variable. അപ്പൊ ഇവിടെ നോക്കിയേ, n എന്ന് പറയുന്ന ഒരു ഇന്റിജർ വേരിയബിൾ ആണെന്ന് വിചാരിക്കുക. ബിക്കോസ് അതിന്റെ ഡേറ്റ ടൈപ്പ് ഇന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പം n എന്ന് പറയുന്ന വേരിയബിളിനകത്ത് കണ്ടൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ഇനി ഹിയർ വൺ പോയിന്റർ വേരിയബിൾ ഈസ് ഹിയർ, ദാറ്റ് ഈസ് p. അതെന്താന്ന് എങ്ങനെ നമുക്ക് പോയിന്റർ വേരിയബിൾ ആണെന്ന് മനസ്സിലായി. ഇവിടെ ഒരു സ്റ്റാർ സിമ്പിൾ ഉണ്ട്. ആൻഡ് ഇതിൽ നിന്ന് ഇന്റ് സ്റ്റാർ പി എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും p is a pointer variable that points to the address of some integer variable. ഇവിടെ ഇന്റ് കൊടുത്തോണ്ട് ഏതോ ഒരു ഇന്റിജർ വേരിയബിളിന്റെ അഡ്രസ് ആണ് അത് കണ്ടൈൻ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാകും. ഇപ്പൊ ഡിക്ലറേഷൻ മാത്രമേ ഉള്ളെങ്കിൽ, ഇതിപ്പം ഡിക്ലറേഷനും ഉണ്ട്, ഇവിടെ ഇനിഷ്യലൈസേഷനും ഉണ്ട്. കാരണം ഇവിടെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട് സ്റ്റാർ പി ഈസ് ഈക്വൽ ടു ആംപർസാൻഡ് n എന്ന്. അപ്പം നമുക്ക് എന്താ മനസ്സിലാവുന്നത്? n എന്ന് പറയുന്ന ഇന്റിജർ വേരിയബിളിന്റെ അഡ്രസ് ആണ് p എന്ന് പറയുന്ന പോയിന്റർ വേരിയബിൾ ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ, വേരിയബിൾ p ഓഫ് ദ ടൈപ്പ് പോയിന്റർ ഈസ് പോയിന്റിംഗ് ടു ദ അഡ്രസ് ഓഫ് എ വേരിയബിൾ n ഓഫ് ടൈപ്പ് ഇന്റിജർ. അപ്പം ഈ p എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ പോയിന്റർ വേരിയബിൾ ദാറ്റ് പോയിന്റിംഗ് ടു ദി അഡ്രസ് ഓഫ് n ഓഫ് ടൈപ്പ് ഇന്റിജർ. ദാറ്റ്സ് വൈ ഇന്റ് സ്റ്റാർ. ഓക്കെ, ഇനിയും എങ്ങനെയാണ് പോയിന്റർ വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്? അതിപ്പോ ഈ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ തന്നെ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. Normally the pointer in C language can be declared using this asterisk symbol അല്ലെങ്കിൽ star symbol എന്ന് പറയും നമ്മൾ, asterisk symbol. And this symbol is also known as the dereferencing symbol. Dereferencing. It is also known as an indirection operator used to dereference a pointer. അപ്പൊ ഇത് ഏത് ഓപ്പറേറ്റർ ആണെന്ന് വല്ല എക്സാമിന് ചോദിക്കുകയാണ്. This is an indirectional operator. അല്ലെ ഡീറെഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയും. ഡീറെഫറൻസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഇൻഡയറക്ഷണൽ ഓപ്പറേറ്റർ എന്ന് പറയും. അപ്പം ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വാല്യൂ കിട്ടത്തില്ല. അതായത് ഒരു അഡ്രസ് ആയിരിക്കും ആ ഒരു പോയിന്റർ വേരിയബിളിൽ ഇരിക്കുന്നത്. ആ അഡ്രസ്സിൽ പോയി വീണ്ടും റെഫർ ചെയ്യുമ്പോൾ, ഡീറെഫറൻസിങ്, അത് വീണ്ടും റെഫർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്താണ് വാല്യൂ കിട്ടത്തുള്ളൂ. ഇപ്പൊ ഡീറെഫറൻസിങ് എ പോയിന്റർ ഈസ് ക്യാരിഡ് ഔട്ട് യൂസിങ് സ്റ്റാർ ഓപ്പറേറ്റർ ടു ഗെറ്റ് ദ വാല്യൂ ഫ്രം ദ മെമ്മറി അഡ്രസ് ദാറ്റ് ഈസ് പോയിന്റഡ് ബൈ ദ പോയിന്റർ. ഓക്കെ, അപ്പം ഇത് ഈ സ്റ്റാർ സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റർ യൂസ് ചെയ്തിരിക്കുന്ന അഡ്രസ്, പോയിന്റർ കണ്ടെയ്ൻ ചെയ്ത അഡ്രസ്സിൽ പോയിട്ട് റെഫർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡീറെഫറൻസിങ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഇപ്പൊ n നമ്മൾ പ്രിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ 10 പ്രിന്റ് ചെയ്യും. ഇനി p നമ്മൾ പ്രിന്റ് ചെയ്യാന്ന് വിചാരിച്ചു. p പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ n-ന്റെ അഡ്രസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ n സ്റ്റോർ ചെയ്തിരിക്കുന്നത് 1000 എന്ന് പറയുന്ന അഡ്രസ്സിലാണെങ്കിൽ when I print the value p പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 1000 എന്ന് പറയുന്ന ആ ഒരു ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി ഞാൻ സ്റ്റാർ പി പ്രിന്റ് ചെയ്യാണ്, അതാണ് സ്റ്റാർ പി പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് ദ വാല്യൂ 10 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ പി എന്ന് പറയുന്ന ഇറ്റ്സ് എ ഡീറെഫറൻസിങ് ഓപ്പറേറ്റർ. ഈ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന അഡ്രസ്സിലുള്ള വാല്യൂവിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർ പി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വാല്യൂ കിട്ടും. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നോർമലി ഇതാണ് ഇതിന്റെ സിന്റാക്സ്. ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റ ടൈപ്പ് സ്റ്റാർ പോയിന്റർ നെയിം. ദിസ് ഈസ് ദ സിന്റാക്സ് ഓഫ് പോയിന്റർ ഡിക്ലറേഷൻ. ഡേറ്റ ടൈപ്പ് സ്റ്റാർ പോയിന്റർ നെയിം. ഈ പോയിന്റർ നെയിം എന്ന് പറയുന്ന ഏത് ഐഡന്റിഫയർ വേണമെങ്കിലും ആകും, ഏത് പേര് വേണമെങ്കിലും, എക്സ് ആകാം, വൈ ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, എ ആകാം, ബി ആകാം, സി ആകാം, അല്ലെ PTR എന്നാകാം, എന്ത് പേര് വേണമെങ്കിലും പോയിന്റർ നെയിം ആയിട്ട് ഇനി ഐഡന്റിഫയർ വി ക്യാൻ യൂസ് ചെയ്യുക. അപ്പൊ എന്നിട്ട് ഡേറ്റ ടൈപ്പ് ഇവിടെ നോക്കിയ എക്സാമ്പിൾ ഇന്റ് സ്റ്റാർ p1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p1 ഈസ് എ പോയിന്റർ ടു ആൻ ഇന്റിജർ വേരിയബിൾ. ഫ്ലോട്ട് സ്റ്റാർ p2 എന്ന് പറഞ്ഞാൽ p2 ഈസ് എ പോയിന്റർ ടു ദ ഫ്ലോട്ട്. ഓക്കെ, p3 ഈസ് എ പോയിന്റർ ടു ക്യാർ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന p1-നകത്ത് ഒരു അഡ്രസ് ഉണ്ട്. അതെന്താണ്? അതൊരു ഇന്റിജർ വേരിയബിളിന്റെ അഡ്രസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും p2-നകത്ത് ഒരു അഡ്രസ് ഉണ്ട്, അതൊരു ഫ്ലോട്ട് വേരിയബിളിന്റെ അഡ്രസ് ആണ്.
മൂന്നാമത്തെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും P3-ക്കകത്ത് ഒരു അഡ്രസ് ഉണ്ട്. ദാറ്റ് അഡ്രസ് ഈസ് അഡ്രസ് ഓഫ് എ ക്യാരക്ടർ വേരിയബിൾ. ഒരു ക്യാരക്ടർ വേരിയബിളിന്റെ അഡ്രസ് ആണ് നമുക്ക് മനസ്സിലാവും. ഇത് അഡ്രസ് ആണ് ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത് നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ സ്റ്റാർ വന്നുകൊണ്ടാണ്. ബിക്കോസ് ദാറ്റ് ഇസ് എ പോയിന്റർ വേരിയബിൾ. പോയിന്റർ വേരിയബിൾ ഓൾവേസ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് സം അതർ വേരിയബിൾസ്. ഓക്കെ, ആ അഡ്രസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ആ വേരിയബിളിന്റെ ടൈപ്പ് ആണ് നമ്മൾ ഇതിന് മുന്നേ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പം സ്റ്റാർ എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അത് നമ്മൾ നോർമലി പ്രിന്റിങ്ങിന്റെ സമയത്താണ് ആ ഒരു ആസ്റ്ററിക് സിംബലിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കി, the process of assigning the address of variable to the pointer variable is known as initialization. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ജസ്റ്റ് നമ്മൾ ഡിക്ലറേഷൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഒരു വേരിയബിളിന്റെയും അഡ്രസ് നമ്മൾ ഇവിടോട്ട് എന്താണ് അസൈൻ ചെയ്തിട്ടില്ല. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ P1 എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആണ്. ഏതോ ഒരു ഇന്റിജർ വേരിയബിളിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാനായിട്ടാണ് P1 യൂസ് ചെയ്യുന്നത്. അത്രയും നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാകത്തുള്ളൂ ഈ ഒരു ഡിക്ലറേഷൻ പാർട്ടിൽ. അപ്പൊ ഇവിടെ ഒരു ഡിക്ലെയർ ചെയ്യുമ്പോൾ P1 എന്ന് പറയുന്ന വേരിയബിളിന് ഒരു അഡ്രസ്, ഇപ്പൊ 2000 എന്ന് പറയുന്ന ഒരു അഡ്രസ് P1-ന് വേണ്ടിയിട്ട് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. P1 ഇപ്പൊ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 2000-ല്. പക്ഷെ P1-ന്റെ കണ്ടന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു നോർമൽ ഇന്റിജർ വേരിയബിൾ. ബിക്കോസ് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് സ്റ്റാർ സിംബൽ ഒന്നുമില്ല. അപ്പൊ P എന്ന് പറയുന്നത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ദാറ്റ് ഇസ് എ പോയിന്റർ വേരിയബിൾ. ഇവിടെ ആസ്റ്ററിക് സിംബൽ ഉണ്ട്. ഇന്റ് ഉള്ളതുകൊണ്ട് ഏതോ ഒരു ഇന്റിജർ വേരിയബിളിന്റെ അഡ്രസ് ആണ് ഇത് സ്റ്റോർ ചെയ്യുന്നത് മനസ്സിലാവും. ദിസ് ഈസ് ദ ഇനിഷ്യലൈസേഷൻ പാർട്ട്. ഇത് നമ്മൾ രണ്ടാക്കിയാണ് കൊടുത്തത്. വേണേൽ നമുക്ക് ഇവിടെ തന്നെ, അതായത് ഡിക്ലറേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ എന്താണ് നമുക്ക് വി ക്യാൻ ഡു ദ ഇനിഷ്യലൈസേഷൻ ഓൾസോ. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് രണ്ടാക്കി കൊടുത്തിരിക്കുന്നു. P ഈസ് ഈക്വൽ ടു ആംപർസാൻഡ് എ. അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? P-ലോട്ട് എയുടെ അഡ്രസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എ എന്ന് പറയുന്ന ഒരു ഇന്റിജർ വേരിയബിൾ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇന്റ് സ്റ്റാർ P എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ P-ക്കകത്ത് ഇന്റിജർ വേരിയബിൾ ആയിട്ടുള്ള എയുടെ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന വേരിയബിൾ 1000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ P എന്ന് പറയുന്ന വേരിയബിളിന്റെ കണ്ടന്റ് എന്തായിരിക്കും? 1000 ആയിരിക്കും P-യുടെ കണ്ടന്റ്. ഓക്കെ, P സ്റ്റോർ ചെയ്തിരിക്കുന്നത് 2000-ലാണ്. P എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിന്റെ മെമ്മറി ലൊക്കേഷൻ 2000 ആണ്. എന്നാൽ P-യുടെ കണ്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1000 ആയിരിക്കും. അത് എയുടെ അഡ്രസ് ആയിരിക്കും. ഓക്കെ, ഇനിയും ഇവിടെ നോക്കിയേ, x ഈസ് ഈക്വൽ ടു 20. ഒരു അനദർ എക്സാമ്പിൾ, എക്സിന്റെ വാല്യൂ 20 ആണ്. ഇന്റ് സ്റ്റാർ P ഈസ് ഈക്വൽ ടു ആംപർസാൻഡ് എക്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇവിടെ നമ്മൾ ഇനിഷ്യലൈസേഷനും ഡിക്ലറേഷനും ഇനിഷ്യലൈസേഷനും സെയിം സ്റ്റെപ്പിൽ കൊടുക്കും. അതായത് P എന്ന് പറയുന്ന പോയിന്റർ വേരിയബിൾ കണ്ടെയ്ൻസ് ദി അഡ്രസ് ഓഫ് എക്സ്. എക്സിന്റെ അഡ്രസ് ആണ് P-യിൽ ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ P പ്രിന്റ് ചെയ്യിക്കാന്ന് വിചാരിക്കാം. P പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, പ്രിന്റ് പെർസെന്റേജ് എക്സ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കും, നമ്മൾ നോർമലി ഈ P എന്ന് പറയുന്ന ഒരു അഡ്രസ് ആയിരിക്കുമല്ലോ. അപ്പൊ അഡ്രസ് നമ്മൾ പ്രിന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പം ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് എന്നതിന് പറയുന്നത് %d-യും പെർസെന്റേജ് d നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇന്റിജറിനെ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി. %f നമ്മൾ പ്ലോട്ടിനെ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യും അല്ലെ. %lf നമ്മൾ ലോങ്ങിനെ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ %x എന്ന് പറയുന്ന ഹെക്സാഡെസിമൽസിനെ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതായത് നമ്മുടെ അഡ്രസ് മിക്കപ്പോഴും ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആയിരിക്കും. അപ്പൊ %x ആണ് അതിന് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ പോയിന്റേഴ്സിനെ പ്രിന്റ് ചെയ്യിക്കുന്നതിന് വേണ്ടി നമുക്ക് 3 ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് യൂസ് ചെയ്യാം. %x യൂസ് ചെയ്യാം, മൈക്ക് ഓഫ് ചെയ്യണേ, %u യൂസ് ചെയ്യുക. അതായത് %u എന്ന് പറയുന്നത് അൺസൈൻഡ് നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് %u യൂസ് ചെയ്യുന്നത്. അല്ലെ %p ഒരു പോയിന്റിലുള്ള വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് %p യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും നമുക്ക് %u-ഓ %x-ഓ %p-ഓ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ പ്രിന്റ് %xp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രിന്റ് ചെയ്യുന്നത്? എക്സിന്റെ അഡ്രസ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് P കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് എക്സ്. എക്സിന്റെ അഡ്രസ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റാർ P പ്രിന്റ് ചെയ്യാന്ന് ഓർത്തു. സ്റ്റാർ P എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ ഡീറഫറൻസിങ് ഓപ്പറേറ്റർ. ഈ സ്റ്റാർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഡീറഫറൻസിങ് ഓപ്പറേറ്റർ അല്ലെ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ എന്നാ പറഞ്ഞത്. അപ്പം അത് P പോയിന്റ് ചെയ്യുന്ന അഡ്രസ്സിൽ പോയിട്ട് ആ അഡ്രസ്സിലുള്ള വാല്യൂവിനെ എടുക്കും. അതായത് ഇൻഡയറക്ഷൻ. ഓക്കെ, P പോയിന്റ് ചെയ്യുന്ന അഡ്രസ്. അപ്പൊ P പോയിന്റ് ചെയ്യുന്ന അഡ്രസ് എന്ന് പറയുന്ന ആരുടെ അഡ്രസ് ആണ്? എക്സിന്റെ അഡ്രസ്.
അപ്പം പിക്കകത്ത് നോക്കുമ്പോൾ നമുക്ക് എക്സിന്റെ അഡ്രസ് ആയിട്ടുള്ള 1000 കിട്ടും. പിന്നെ 1000 പോയിട്ട് വാല്യൂവിനെ എടുത്തിട്ട് വരും. ഓക്കെ, അതാണ്. അപ്പൊ അത് ആ വാല്യൂ എന്ന് പറയുന്നത് എന്തിന്റെ വാല്യൂ ആണ്? എക്സിന്റെ വാല്യൂ ആണ്. അപ്പൊ സ്റ്റാർ പി പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടുന്നത്? 20 കിട്ടുന്നു. അപ്പൊ എപ്പോഴും ഓർക്കുക, ഒരു പോയിന്ററിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ പോയിന്റർ മാത്രം പ്രിന്റ് ചെയ്താൽ മതി. ഇവിടെ പോയിന്റർ എന്ന് പറയുന്നത് എന്താണ്? പി ആണ് പോയിന്റർ പേര്. അപ്പൊ പി പ്രിന്റ് ചെയ്യുമ്പോൾ വി വിൽ ഓൾവേസ് ഗെറ്റ് സം അഡ്രസ്. ഓക്കെ, ഏതെങ്കിലും ഒരു അഡ്രസ് ആയിരിക്കും കിട്ടും. ഇനി സ്റ്റാർ പി ആണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ അഡ്രസ്സിലുള്ള വാല്യൂ കിട്ടും. അതാണ് സ്റ്റാർ പി പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായി? ഡിഫറൻസ് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. ഇവിടെ നോക്കിയേ, ഇൻറ്റ് നം ഈസ് ഈക്വൽ ടു 10. അപ്പൊ നം എന്ന് പറയുന്ന ഒരു നോർമൽ വേരിയബിൾ ആണ്. ആ വേരിയബിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ഇൻറ്റ് സ്റ്റാർ P1. അപ്പൊ P1 എന്ന് പറയുന്നത് ഒരു പോയിന്റർ വേരിയബിൾ ആണ്. സ്റ്റാർ P1 എന്നല്ല നിങ്ങൾ മനസ്സിൽ വരണ്ടേ, P1 ഇസ് എ പോയിന്റർ വേരിയബിൾ. പോയിന്റർ വേരിയബിൾ എന്ന് പറയാൻ കാരണം ഇവിടെ ഇപ്പുറത്തെ അസ്റ്ററിസ്ക് ഉണ്ട്. പിന്നെ ഈ P1 പോയിന്റ് ചെയ്യുന്നത് എന്തോ ഒരു ഇന്റിജർ വാല്യൂന്റെ അഡ്രസ് ആണ്. അപ്പൊ നമ്മൾ P1 ഇവിടെ ഇനിഷ്യലൈസ് ചെയ്തപ്പോൾ കണ്ടു P1 ഈസ് ഈക്വൽ ടു ആംപർസാൻഡ് നം. അതായത് നം എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ് ആയിരിക്കും P1ൽ സ്റ്റോർ. നം എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ് ആയിരിക്കും P1ൽ സ്റ്റോർ ചെയ്ത്. ഓക്കെ, ഇനിയും y ഈസ് ഈക്വൽ ടു സ്റ്റാർ P1. അപ്പം y ഈസ് ഈക്വൽ ടു സ്റ്റാർ P1 എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, P1 എന്ന് പറയുന്ന അഡ്രസ് ആണ്. സ്റ്റാർ P1 എന്ന് പറയുന്നത് എന്താണ്? P1ൽ ഇരിക്കുന്ന അഡ്രസ്സിലുള്ള വാല്യൂ ആണ് സ്റ്റാർ P1. അത് മ്യൂട്ട് ചെയ്യണേ. ഗൗതമിന്റെ ആണോ മൈക്ക് ഓൺ ആയി കിടക്കുന്നത്? ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നമ്മെന്ന് പറയുന്നത് ഇൻഡ് നമ്മെന്ന് പറയുന്നത് 10. അപ്പൊ നമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അപ്പൊ നമ്മെന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതിന്റെ വാല്യൂ 10. P1 എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആണ്. ഇൻഡ് സ്റ്റാർ P1 എന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അതൊരു ഇന്റിജറിന്റെ അഡ്രസ് ആയിരിക്കും, ഇന്റിജർ വേരിയബിളിന്റെ അഡ്രസ് ആയിരിക്കും അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നതെന്ന്. അപ്പൊ P1 ഈസ് ഈക്വൽ ടു ആംപർസാൻഡ് നം ഇവിടെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. അപ്പൊ ഈ നം എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ് ആണ് P1ൽ ഇരിക്കുന്നത്. ഇവിടെ നോക്കി, ഇൻറ്റ് y ഈക്വൽ ടു സ്റ്റാർ P1. ഇങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? വൈക്കകത്തോട്ട് y എന്ന് പറയുന്ന ഒരു നോർമൽ വേരിയബിൾ ആണ്, ഒരു ഇന്റിജർ വേരിയബിൾ ആണ്. അതിന്റെ അകത്തൊരു സ്റ്റാർ P1 സ്റ്റോർ ചെയ്യാനല്ല പറയുന്നത്. P1 എന്ന് പറയുന്നത് എന്താണ്? അഡ്രസ് ആണ്. ആ അഡ്രസ് ഒരിക്കലും നമുക്കൊരു നോർമൽ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ സ്റ്റാർ P1 എന്നാ പറഞ്ഞത്. സ്റ്റാർ P1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു P1 ഒരു പോയിന്റർ വേരിയബിൾ ആണ്. ദാറ്റ് ഓൾവേസ് കണ്ടെയ്ൻ സം അഡ്രസ്. സ്റ്റാർ P1 എന്ന് പറയുന്നത് ആ അഡ്രസ്സിൽ ഇരിക്കുന്ന വാല്യൂ. അപ്പൊ വൈക്കകത്ത് എന്താ വരുന്നത്? P1ൽ ഇരിക്കുന്ന അഡ്രസ് എന്ന് പറയുന്നത് ആരുടെ അഡ്രസ് ആണ്? നമ്മിന്റെ അഡ്രസ്. നമ്മിന്റെ ആ അഡ്രസ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 ആയിരിക്കും. നമ്മിന്റെ വാല്യൂ ആയിരിക്കും. അപ്പൊ 10 ആയിരിക്കും. y എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 ആയിരിക്കും. ഓക്കെ, y ഈസ് ഈക്വൽ ടു സ്റ്റാർ P1. ഇനി നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പം ആംപർസാൻഡ് നമ്മൾ പ്രിന്റ് ചെയ്യിക്കുമ്പോൾ ഇവിടെ നോക്കി, ഞാൻ പറഞ്ഞു അഡ്രസ് എപ്പോഴും നമ്മൾ പ്രിന്റ് ചെയ്യാൻ %x %p %u ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന. അപ്പം ആംപർസാൻഡ് നമ്മൾ പ്രിന്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? നമ്മിന്റെ. അപ്പം നോർമലി നമ്മളൊരു എക്സ് പ്രിന്റ് ചെയ്ത എക്സിന്റെ വാല്യൂ, ആംപർസാൻഡ് എക്സ് പ്രിന്റ് ചെയ്ത എക്സിന്റെ അഡ്രസ്സും ആണല്ലോ കിട്ടുന്നത്. അതുപോലെ തന്നെ ആംപർസാൻഡ് നം പ്രിന്റ് ചെയ്തപ്പോൾ നമുക്ക് എന്തോ കിട്ടി? അതിന്റെ അഡ്രസ് ഒരു ഹെക്സാഡെസിമൽ വാല്യൂ, ലാസ്റ്റ് കണ്ടോ 418 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി P1 നമ്മൾ പ്രിന്റ് ചെയ്തോ? P1 പ്രിന്റ് ചെയ്താലും നമുക്ക് സെയിം വാല്യൂ കിട്ടും. കാരണം എന്താണ്? P1 കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് നമ്മിന്റെ അഡ്രസ് ആണ് P1ലും ഇരിക്കുന്നത്. അപ്പം സെയിം വാല്യൂ, ബിക്കോസ് P1 ഇസ് എ പോയിന്റർ വേരിയബിൾ ദാറ്റ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് നം. അപ്പം നമ്മിന്റെ അഡ്രസ് തന്നെയായിരിക്കും P1ലും കിട്ടുന്നത്. ഇനിയും ആംപർസാൻഡ് P1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആംപർസാൻഡ് P1 എന്ന് പറയുന്നത് P1 എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിന്റെ അഡ്രസ്, ദാറ്റ് മേ ബി സം അതർ അഡ്രസ് അല്ലേ. അതായത് P1 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ P1ൽ ഇരിക്കുന്നത് എന്താണ്? മറ്റ് നമ്മിന്റെ അഡ്രസ് ആണ്. അതാണ് നമ്മൾ ആംപർസാൻഡ് നം പ്രിന്റ് ചെയ്തപ്പോഴും
P1 പ്രിന്റ് ചെയ്തപ്പോൾ സെയിം കിട്ടി. ഇനി ആംപർസാൻഡ് P1 എന്ന് പറയുന്നത് ആ പോയിന്റർ വേരിയബിളിന്റെ അഡ്രസ് മുമ്പ് നമ്മൾ കണ്ടില്ലേ, 2000 എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിന്റെ അഡ്രസ്സും 1000 എന്ന് പറയുന്നത് അതിനകത്തുള്ള മറ്റൊരു വേരിയബിളിന്റെ അഡ്രസ്. ഓക്കെ, അപ്പം ആംപർസാൻഡ് P1 എന്ന് പറയുന്ന ആ പോയിന്റർ വേരിയബിളിന്റെ അഡ്രസ്. അപ്പൊ P1 എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തപ്പോൾ മെമ്മറിയിൽ അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്ത അഡ്രസ് ആണ് 410 എന്ന് പറയുന്നത്, ലാസ്റ്റ് 410. അത് ആ അഡ്രസ്. ഇനി നമ്മൾ നമ്പർ പ്രിന്റ് ചെയ്യാൻ നോക്കും, വെറും നമ്പർ, ആംപർസാൻഡ് നമ്പർ അല്ല, നമ്പർ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു വാല്യൂ ആണ് എപ്പോഴും കിട്ടുന്നത്. അപ്പൊ %d നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, വാല്യൂ 10 കിട്ടും. ഇനി സ്റ്റാർ P1 നമ്മൾ പ്രിന്റ് ചെയ്താലോ, സ്റ്റാർ P1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത്, ഞാൻ പറഞ്ഞു P1 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്രസ്സ് കിട്ടും. സ്റ്റാർ P1 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അഡ്രസ്സിൽ ഇരിക്കുന്ന വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, ഡീറെഫറൻസ് ചെയ്യുക, ആ അഡ്രസ്സിൽ പോയിട്ട് ആ അഡ്രസ്സിലെ വാല്യൂ എടുക്കുക. അപ്പം P1-നകത്തിരിക്കുന്ന അഡ്രസ് ഏതായിരുന്നു, നമ്മിന്റെ അഡ്രസ്. എന്നിട്ട് ആ അഡ്രസ്സിൽ പോയിട്ട് ആ വാല്യൂ എടുക്കുക എന്ന് പറയുമ്പോൾ എന്താ, നമ്മിന്റെ വാല്യൂ. അപ്പൊ എന്താണ്, P1-ന്റെ ആ വാല്യൂ P1 പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 10 കിട്ടി. ഇനി നമ്മൾ Y പ്രിന്റ് ചെയ്യിക്കാന്ന് വിചാരിച്ചു. Y പ്രിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, Y കണ്ടെയ്ൻ സ്റ്റാർ P1 എന്നല്ലേ പറഞ്ഞത്. സ്റ്റാർ P1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 10 ആണ് വാല്യൂ, നമ്മിന്റെ വാല്യൂ ആണ് കിട്ടുന്നത്. വെറും P1 ആയിരുന്നെങ്കിൽ എന്തായിരുന്നു, 1000 സോറി അഡ്രസ് ആയിരുന്നു കിട്ടുന്നത്. അപ്പം Y പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടി. അപ്പൊ ഈ എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ, ഈ നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായെന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന് നോക്കി, മനസ്സിലായോ നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യണേ. മനസ്സിലായി ടീച്ചർ, മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, n ഈസ് ഈക്വൽ ടു 10. അപ്പൊ n-ന്റെ വാല്യൂ 10 ഇൻഡ് സ്റ്റാർ p ഈസ് ഈക്വൽ ടു ആംപർസാൻഡ് n എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇതാണ് വേരിയബിൾ n. ആ n-ന്റെ അഡ്രസ് ആണ് ഈ കൊടുക്കുന്നത്, n-ന്റെ വാല്യൂ ആണ് ഈ കിടക്കുന്നത്. അപ്പൊ n ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ n-ന് വേണ്ടി ഈ ഒരു അഡ്രസ് അസൈൻ ചെയ്തെന്ന് വിചാരിക്കാം. n-ന്റെ വാല്യൂ 10. ഇനി p എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആണ്. p കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ്, പിക്ക് വേണ്ടി p ഡിക്ലെയർ ചെയ്ത സമയത്ത് പിക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്തതാണ് ഈ 616 ലാസ്റ്റ് വരുന്ന ഈ അഡ്രസ്. പക്ഷെങ്കിൽ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, അഡ്രസ് ഓഫ് n ആണ് പിയുടെ വാല്യൂ. അപ്പം n-ന്റെ അഡ്രസ് ആയിരിക്കും. ഇപ്പൊ പിയുടെ ആ ഒരു 616 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ ചെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, n-ന്റെ അഡ്രസ് ആയിരിക്കും. എന്നാൽ സ്റ്റാർ p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനെ ഈ 628 എന്ന് പറയുന്ന അഡ്രസ്സിൽ പോയിട്ട് അത് റെഫർ ചെയ്തിട്ട് ആ കിട്ടുന്ന വാല്യൂ 10 ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായല്ലോ. അപ്പൊ എപ്പോഴും ഓർക്കുക, ഒരു പോയിന്റ് വേരിയബിൾ പ്രിന്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദി അഡ്രസ് ഓഫ് സം അതർ വേരിയബിൾ. ഇനി സ്റ്റാർ പി വെച്ചിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യണം. സ്റ്റാർ പി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എൻ ഇൻഡയറക്ഷണൽ ഓപ്പറേറ്റർ ഓർ ഡീറെഫറൻസിങ് ഓപ്പറേറ്റർ. വെൻ വി പ്രിന്റ് സ്റ്റാർ പി വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ദാറ്റ് എന്താണ്, വേരിയബിൾ. അപ്പൊ ഏതിന്റെയാണോ അഡ്രസ് ഈ പിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിന്റെ വാല്യൂ നമുക്ക് സ്റ്റാർ പി പ്രിന്റ് ചെയ്യുമ്പോൾ കിട്ടും. ഇനി നമ്മള് ഇതൊക്കെ നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അതോ എറർ ആണോ എന്നൊക്കെ നോർമലി ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതെന്താന്ന് നോക്കാം. ഇവിടെ നോക്കി, രണ്ട് വേരിയബിൾസ് ഉണ്ട്. സി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, പി സി എന്ന് പറയുന്ന ഒരു വേരിയബിളും ഉണ്ട്. ഓക്കെ, സി എന്ന് പറയുന്ന ഒരു വേരിയബിൾ, പി സി എന്ന് പറയുന്നത്. അപ്പം ഇൻഡ് സി കോമ സ്റ്റാർ പി സി എന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സി ഈസ് എ നോർമൽ വേരിയബിൾ. സ്റ്റാർ പി സി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പി സി എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആണ്, ദാറ്റ് ഈസ് ഓഫ് ടൈപ്പ് ഇൻഡ്. ഏതെങ്കിലും ഒരു ഇന്റിജർ വേരിയബിളിന്റെ അഡ്രസ് ആയിരിക്കും പി സിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയും തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ്, പി സി ഈസ് ഈക്വൽ ടു സി. അപ്പൊ അത് കറക്റ്റ് ആണോ, ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ഇതെന്ന് പറയുന്നത് എന്താണ്, എറർ ആണ്. കാരണം എന്താ, ശരിക്കും ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എൻ അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഈക്വൽ ടു, ഈ ഡബിൾ ഈക്വൽ ടു വരുമ്പോൾ അത് ഇക്വാളിറ്റി ആണ്. അത് നമ്മൾ നോർമലി കണ്ടീഷൻ, ഈ കണ്ടീഷനകത്തും
പിന്നെ വൈലിനകത്തും ഒക്കെ നമ്മൾ എന്താണ് ഈക്വൽ ആണോ, രണ്ടും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇക്വാളിറ്റി ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ദിസ് ഓപ്പറേറ്റർ ഈസ് നോൺ as the അസൈൻമെന്റ് ഓപ്പറേറ്റർ. അതായത് റൈറ്റിലുള്ള വാല്യൂസിനെ ലെഫ്റ്റിലോട്ട് അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, ലെഫ്റ്റിലുള്ള വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം പി സി ഈക്വൽ ടു സി എന്ന് പറയുമ്പോൾ സിക്കകത്തുള്ള വാല്യൂവിനെ നമ്മൾ പി സിയിലോട്ട് അസൈൻ ചെയ്യാന്ന് പറയും. പക്ഷെ ഇത് ഒരിക്കലും നടക്കത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പി സി എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആണ്. സി എന്ന് പറയുന്ന നോർമൽ ഒരു വാല്യൂ ആണ്. ഒരു നോർമൽ സി 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 അസൈൻ ചെയ്യാന്ന് വെച്ചാൽ സിക്കകത്തുള്ള വാല്യൂ അസൈൻ ചെയ്യാൻ. ഒരിക്കലും ഒരു നോർമൽ വാല്യൂ നമുക്ക് എപ്പോഴും ഒരു പോയിന്റർ വേരിയബിളിനകത്തും നമുക്ക് എന്താണ് അഡ്രസ് മാത്രമേ നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരിക്കലും ഒരു നോർമൽ വാല്യൂ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ദിസ് ഇസ് ആൻ എറർ. പി സി ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എറർ ആണ്. ഇനി നോക്കിയേ, സ്റ്റാർ പി സി ഇസ് ഈക്വൽ ടു ആംപർസാൻഡ് സി. അപ്പൊ സ്റ്റാർ പി സി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർ പി സി ഒരിക്കലും അഡ്രസ് ആകത്തില്ല. സ്റ്റാർ പി സി എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള ഒരു വാല്യൂ ആണ് സ്റ്റാർ പി സി. അതിനകത്തോട്ട് നമുക്ക് ആംപർസാൻഡ് സി എന്ന് പറയുന്ന അഡ്രസ് അസൈൻ ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പൊ ഒരിക്കലും വാല്യൂയിലോട്ട് അഡ്രസ്സും, വാല്യൂ കീപ്പ് ചെയ്യുന്നിടത്ത് അഡ്രസ്സും, അഡ്രസ് കീപ്പ് ചെയ്യുന്നിടത്ത് വാല്യൂ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. എന്നാൽ നോക്കി പി സി ഇസ് ഈക്വൽ ടു ആംപർസാൻഡ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. ദാറ്റ് ഇസ് നോട്ട് എൻ എറർ, ബിക്കോസ് പി സി എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആണ്. ദാറ്റ് ഓൾവേസ് കണ്ടെയ്ൻ സം അഡ്രസ്. അപ്പൊ ആംപർസാൻഡ് സി, അപ്പൊ സിയുടെ അഡ്രസ് ആണ് ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അത് പറ്റും. ഇനി നോക്കിയേ, സ്റ്റാർ പി സി ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സിക്കകത്ത് ഒരു വാല്യൂ കാണും, ദാറ്റ് മേ ബി 10 or 20. അപ്പൊ അത് എന്താണ് സ്റ്റാർ പി സിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. സ്റ്റാർ പി സി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഒരു പോയിന്ററിന്റെ വാല്യൂവിനെയാണ് എന്താണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഈ ലാസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഇവിടെ ഈ ആദ്യത്തെ രണ്ടെണ്ണം എന്താണ്? ഫോൾസ് ആണ്. ഓക്കെ. ഇനി അടുത്ത കോൺസെപ്റ്റ് ആണ് നൾ പോയിന്റർ എന്ന് പറയും. നൾ പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് സ്റ്റോർ ചെയ്യാൻ അഡ്രസ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കാം. അഡ്രസ് ഒന്നും ഇപ്പം ഇൻഡ് സ്റ്റാർ പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. ഒരു പി എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു വിചാരിക്കും, ഇൻഡ് സ്റ്റാർ പി. അപ്പൊ നമുക്കറിയാം പി ഇസ് എ പോയിന്റർ വേരിയബിൾ ദാറ്റ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് സം ഇൻഡിജർ വേരിയബിൾസ് എന്ന് അറിയാം. പക്ഷെ അതിനകത്ത് നമുക്ക് ഇപ്പൊ അസൈൻ ചെയ്യാൻ നമ്മൾ നോർമലി പി ഇസ് ഈക്വൽ ടു ആംപർസാൻഡ് എക്സ് എന്നോ ആംപർസാൻഡ് വൈ എന്നോ ഒക്കെ കൊടുക്കും. പക്ഷെ അങ്ങനെ ഒരെണ്ണം നമുക്കിപ്പോ തൽക്കാലം ഇല്ല. അത് പിന്നീട് നമ്മൾ അസൈൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കാന്ന് വിചാരിക്കും. ആ സമയത്ത് നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കിപ്പോ കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നൾ അവിടെ അസൈൻ ചെയ്യും. അതായത് ഇപ്പൊ തൽക്കാലത്തേക്ക് അത് ഒന്നിലോട്ടും പോയിന്റ് ചെയ്യുന്നില്ല. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഈ പീനെ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് എന്താണ് ഗാർബേജ് വാല്യൂസ് വരും. അപ്പൊ അങ്ങനെയുള്ള ഗാർബേജ് വാല്യൂസ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിനെ ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് വാല്യൂസ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നള്ള് വെച്ചിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഓക്കെ. ഇറ്റ് ഈസ് ഓൾവേസ് എ ഗുഡ് പ്രാക്ടീസ് ടു അസൈൻ എ നൾ വാല്യൂ ടു എ പോയിന്റർ വേരിയബിൾ ഇൻ കേസ് യു ഡു നോട്ട് ഹാവ് എൻ എക്സാക്ട് അഡ്രസ് ടു ബി അസൈൻഡ്. ഓക്കെ. നമുക്കിപ്പോ അസൈൻ ചെയ്യാനായിട്ട് എക്സാക്ട് അഡ്രസ് ഇല്ല എങ്കിൽ what we have to do, we have to assign it with a null value. Okay, null value വെച്ചിട്ട് നമ്മൾ അസൈൻ ചെയ്യും. This is done at the time of variable declaration. ഡിക്ലെയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇത് അസൈൻ ചെയ്യുന്നത്. A pointer that is assigned null is called a null pointer. അപ്പോൾ ഒരു null value ആണ് ഒരു പോയിന്ററിൽ അസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ that pointer is known as a എന്താണ് null pointer. അതിനെ നമ്മൾ null pointer എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കി, ഇപ്പൊ പോയിന്റർ കണ്ടെയ്ൻസ് null എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 വാല്യൂ. ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി പോയിന്റിംഗ് ടു നത്തിങ്. ഒന്നിലോട്ട് അത് പോയിന്റ് ചെയ്യുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കി, ഇൻഡ് സ്റ്റാർ പി ടി ആർ ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. അപ്പൊ പി ടി ആർ ഇസ് എ പോയിന്റർ വേരിയബിൾ that points to some other integer, address of some other integer variable. It has the ability to point the address of some integer variables. Okay. പക്ഷെ തൽക്കാലം ഇപ്പൊ നമ്മൾ ഒന്നിലോട്ടും പോയിന്റ് ചെയ്യുന്നില്ല. ദാറ്റ്സ് വൈ എന്താണ് ഇവിടെ നൾ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അപ്പം പ്രിന്റ് ദ വാല്യൂ ഓഫ് പി ടി ആർ. പി ടി ആറിന്റെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ, പി ടി ആർ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? പി ടി ആർ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മൾ പി ടി ആർ പ്രിന്റ് ചെയ്ത എക്സിന്റെ വൈയുടെ ഒക്കെ അഡ്രസ് ആയിരുന്നു നമുക്ക് കിട്ടുന്നത് അല്ലേ? ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വിൽ ഗെറ്റ് ദ വാല്യൂ 0. ബിക്കോസ് എന്താണ് പി ടി ആർ ഈക്വൽ ടു നൾ എന്ന് നമ്മൾ കൊടുത്തോണ്ട് വെൻ വി പ്രിന്റ് ദ വാല്യൂ ഓഫ് പി ടി ആർ എന്താണ് വിൽ ഗെറ്റ് ദ വാല്യൂ 0 ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം അത് നൾ വെച്ചിട്ടാണ് നമ്മൾ എന്താണ് അസൈൻ ചെയ്തത്. ദാറ്റ്സ് വൈ വിൽ ഗെറ്റ് ദ വാല്യൂ 0. മനസ്സിലായോ? നൾ പോയിന്റർ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്?
ഇല്ല ma'am. ഓക്കെ. ഇനി പോയിന്റർ അരിത്മെറ്റിക് എന്താന്ന് നമുക്ക് നോക്കാം. ഇനി നോക്കിയ സി പോയിന്റേഴ്സ് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആർ ഡിഫറെന്റ് ഫ്രം ജനറൽ അരിത്മെറ്റിക് ഓപ്പറേഷൻസ്. ഇപ്പോൾ ജനറൽ അരിത്മെറ്റിക് ഓപ്പറേഷൻ നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, അങ്ങനെ അതായത് പല ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചല്ലോ അല്ലെ. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്, അങ്ങനെ പല ഓപ്പറേറ്റേഴ്സ് നമ്മൾ പിന്നെ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് പഠിച്ചല്ലേ. അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെയുള്ള പല ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. അപ്പം ഈ നോർമൽ അരിത്മെറ്റിക് ഓപ്പറേഷനിൽ നിന്ന് ഈ പോയിന്റർ അരിത്മെറ്റിക് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതെന്താണ് ആ ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്ററിന്റെ കേസ് എടുക്കാം. ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓഫ് എ പോയിന്റർ. അപ്പൊ അത് പോയിന്റർ വേരിയബിളുമായിട്ട് ചേരുമ്പോൾ ഈ ഇൻക്രിമെന്റ് ഓപ്പറേറ്ററും ഡിക്രിമെന്റ് ഓപ്പറേറ്ററും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, we know that plus and minus are used as the increment and decrement operators in C. അല്ലേ, നമുക്കറിയാം എന്താണ് പ്ലസും മൈനസ് എന്ന് പറയുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ നോർമലി ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ്. അപ്പം ശരിക്കും പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള വാല്യൂവിന്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യും അല്ലെ. ദാറ്റ് ഈസ് ആഡഡ് ബൈ 1. ഓക്കെ, മൈനസ് എന്ന് പറഞ്ഞു വെച്ചാൽ സബ്ട്രാക്റ്റഡ് ബൈ 1 എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1 മിനിറ്റ്. നോക്കിയേ, ദേ ആർ യൂണറി ഓപ്പറേറ്റേഴ്സ്. അപ്പം ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ യൂണറി ഓപ്പറേറ്റേഴ്സ് ആണ്. അവിടെ ഒരു ഓപ്പറാൻഡ് മാത്രം. യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഒരു ഓപ്പറാൻഡ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഓപ്പറാൻഡ്സിന്റെ ഇടയിലായിരിക്കും ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. എ പ്ലസ് ബി. പ്ലസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ ബൈനറി ഓപ്പറേറ്റർ. എന്താണ് അത് രണ്ട് ഓപ്പറാൻഡ് എ എന്നും ബി എന്ന് പറയുന്ന രണ്ട് ഓപ്പറാൻഡുകൾക്കിടയിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെങ്കിൽ യൂണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഓപ്പറാൻഡേ ഉള്ളൂ. അത് എ പ്ലസ് എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, ഒരു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂന്റെ കൂടെ ബിയുടെ വാല്യൂ കൂടെ ആഡ് ചെയ്യും, സമ്മപ്പ് ചെയ്യും. ഓക്കെ, എ പ്ലസ് എന്ന് പറഞ്ഞാൽ വി ആർ ജസ്റ്റ് ഇൻക്രിമെന്റിങ് ദ വാല്യൂ ഓഫ് എ ബൈ 1. ഓക്കെ, അപ്പം എ മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എയുടെ വാല്യൂ ഒന്ന് ഡിക്രിമെന്റ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓരോ ഓപ്പറാൻഡേ ഉള്ളെങ്കിൽ ദാറ്റ് ഓപ്പറേറ്റർ ഇസ് നോൺ as യൂണറി ഓപ്പറേറ്റർ. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോൺ as a ബൈനറി ഓപ്പറേറ്റർ. ഓക്കെ, അപ്പം ഇവിടെ പ്ലസ് ആൻഡ് മൈനസ് എന്ന് പറഞ്ഞാൽ യൂണറി ഓപ്പറേറ്റേഴ്സ് ആണ്. ദേ ആർ യൂസിങ് പ്രിഫിക്സ് ഓർ പോസ്റ്റ്ഫിക്സ് മാനർ. അത് നമുക്ക് പ്രിഫിക്സ് ആയിട്ടോ പോസ്റ്റ്ഫിക്സ് ആയിട്ടോ യൂസ് ചെയ്യാം. പ്ലസ് എന്ന് യൂസ് ചെയ്യാം, അതുപോലെ എ പ്ലസ് യൂസ് ചെയ്യാം. ഓക്കെ, and they decrement or increment the value of a variable by 1. ഒരൊറ്റ, അതായത് ഒന്നുകൂടി കൂട്ടാൻ വേണ്ടി അല്ലെ ഒന്നുകൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ഇവിടെ നോക്കി, assume that an integer variable x is created at the address 1000 in the memory with 10 as its value. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ആ എക്സ് ഇപ്പൊ സ്റ്റോർ ചെയ്തിരിക്കുന്ന 1000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനാണ്. അതായത് എക്സ് ഡിക്ലെയർ ചെയ്തപ്പോൾ തന്നെ എക്സിന് വേണ്ടി 1000 എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ അസൈൻ ചെയ്തു വിത്ത് വാല്യൂ 10. അപ്പൊ എക്സിന്റെ വാല്യൂ 10 ആണ്. എക്സിന് വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്ന മെമ്മറി 1000 ആണ്. അപ്പൊ എക്സ് പ്ലസ് മേക്സ് ദ വാല്യൂ ഓഫ് എക്സ് as 11. അപ്പൊ ശരിക്കും നമ്മൾ എക്സ് പ്ലസ് എന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് എന്ന് കൊടുത്തു. ആഫ്റ്റർ ദാറ്റ് ഇഫ് യു വാണ്ട് ടു പ്രിന്റ് ദ വാല്യൂ ഓഫ് എക്സ്, വാട്ട് ഇസ് ദ റിസൾട്ട്? എന്തായിരിക്കും റിസൾട്ട്? എക്സിന്റെ വാല്യൂ ഒന്നുകൂടി കൂടുന്നു. എക്സ് പ്ലസ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സിന്റെ വാല്യൂ 10ൽ നിന്ന് എന്താവുന്നു, 11 ആവുന്നു. ഇവിടെ നോക്കി, ഇൻഡ് എക്സ് ഈസ് ഈക്വൽ ടു 10 ക്രിയേറ്റഡ് അറ്റ് ദി അഡ്രസ് 1000. അപ്പൊ എക്സ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ 1000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ എക്സിന് വേണ്ടി അസൈൻ ചെയ്തത് നമ്മൾ അസ്യൂം ചെയ്യുക. ഏതെങ്കിലും ഇപ്പൊ നമ്മളൊരു എക്സാമ്പിളിലാണ് ഈ 1000 എന്ന് പറയുന്നത്. പലപ്പോഴും വലിയ അഡ്രസ്സുകളായിരിക്കും എന്താണ് അസൈൻ ചെയ്യുന്നത്. അത് നമുക്കിപ്പോ പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ എക്സാമ്പിളിൽ 1000 ഹെക്സാഡെസിമൽ വാല്യൂസ് ആയിരിക്കും മിക്കവാറും അഡ്രസ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 1000 എടുത്തു. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 1000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ എക്സിന് വേണ്ടി അസൈൻ ചെയ്തിരിക്കും. ആ ലൊക്കേഷനിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 10 എന്ന് പറയുന്ന വാല്യൂ, എക്സിന്റെ വാല്യൂ കിട്ടും. എക്സ് പ്ലസ് എന്ന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഇരിക്കുന്ന 10ന്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു, 11 കിട്ടുന്നു. എക്സിന്റെ വാല്യൂ എന്തായി മാറുന്നു, 11 ആയിട്ട് മാറുന്നു. ഓക്കെ, അതാണ് നോർമൽ അരിത്മെറ്റിക്കിൽ നടക്കുന്ന കാര്യം. എന്നാൽ പോയിന്റർ അരിത്മെറ്റിക്കിൽ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, what happens if we declare y as a pointer to x and increment y by 1? Okay, ഇവിടെ നോക്കിയേ, assume that the address of y itself is 2000. അപ്പൊ ഇവിടെ നോക്കുക, ഇൻഡ് x is equal to 10 എന്ന് പറയുമ്പോൾ x എന്ന് പറയുന്നത് ഒരു നോർമൽ വേരിയബിൾ ആണ്.
അതിനുവേണ്ടി 1000 എന്ന് പറയുന്ന ഒരു മെമ്മറി അഡ്രസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അഡ്രസ്ഡ് ലൊക്കേഷനിൽ എക്സിന്റെ വാല്യൂ ആയിട്ടുള്ള 10 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇവിടെ y എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. വൈയിലോട്ട് എക്സിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ y ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വൈയുടെ അഡ്രസ് 2000 ആണ്. വൈക്ക് അകത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എക്സിന്റെ അഡ്രസ് ആയിട്ടുള്ള 1000 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇത് ഓർക്കുക. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് മനസ്സിലാവുന്ന y എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആണ്. അതിനുവേണ്ടി ഒരു അഡ്രസ് ഉണ്ട്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള അഡ്രസ് ആണ് 2000. അതിനകത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എക്സിന്റെ അഡ്രസ് ആണ്. ദാറ്റ് ഈസ് 1000. ബിക്കോസ് എന്താണ്, y ഈസ് ഈക്വൽ ടു ആംപർസാൻഡ് എക്സ് എന്ന് കൊടുത്തപ്പോൾ y എന്ന് പറയുന്ന പോയിന്റർ വേരിയബിൾ ഓൾവേസ് കണ്ടെയ്ൻസ് ദി അഡ്രസ് ഓഫ് എക്സ്. അഡ്രസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1000 ആണ്. ഓക്കെ, ഇനി y പ്ലസ് പ്ലസ് എന്ന് കൊടുക്കാന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും വൈക്കകത്ത് കണ്ടന്റ് 1000 ആണല്ലോ, വൈയുടെ കണ്ടന്റ് ഇപ്പൊ നമ്മൾ നോർമൽ അരിത്മെറ്റിക് കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 1000 എന്നുള്ളത് എന്തായിട്ട് മാറും എന്ന് പറഞ്ഞാൽ 1001 ആയിട്ട് മാറാറ്. പക്ഷെ അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. y becomes 1004. വൈയുടെ വാല്യൂ 1000 നിന്ന് 1004 ആയിട്ട് മാറുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രിമെന്റ് ബൈ 4. 4 വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. വിച്ച് ഈസ് ദ സൈസ് ഓഫ് ദ ഇന്റിജർ വേരിയബിൾ. ശരിക്കും അഡ്രസ് ആണല്ലോ നമ്മൾ പോയിന്റർ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത്. അത് ഇൻക്രിമെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെക്സ്റ്റ് അഡ്രസ്സിലോട്ട് പോയിന്റ് ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മള് എന്താണ്, വൈക്കകത്തിരിക്കുന്ന എക്സിന്റെ അഡ്രസ് ആണ്. അപ്പം എക്സിന്റെ അഡ്രസ് എന്ന് പറയുമ്പോൾ 1000 എന്നാന്ന് വിചാരിക്കും. അപ്പൊ എക്സിന് വേണ്ടിയിട്ട് അപ്പം നമുക്കറിയാം ഇന്റിജറിന്റെ സൈസ് 32 ബിറ്റ് കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇന്റിജറിന്റെ സൈസ് എന്ന് പറയുന്നത് 4 ബൈറ്റ്സ് ആണ്. 4 ബൈറ്റ്സ് ആണ് ഇന്റിജറിന്റെ സൈസ്. 32 ബിറ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ 32 ബിറ്റ് എന്ന് പറയുമ്പോൾ 4 ബൈറ്റ്സ് വരത്തില്ലേ. 32 ഡിവൈഡഡ് ബൈ 8 പറയുമ്പോൾ ഒരു ബൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 8 ബിറ്റ്സ് ആണ്. അപ്പം 32 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ 4 ബൈറ്റ്സ്. അപ്പൊ 4 ബൈറ്റ് ആണ് നമ്മുടെ ഇന്റിജറിന്റെ സൈസ്. അപ്പം ഇപ്പൊ 1000, 1001, 1002, 1003 ഇത്രയും നമ്മുടെ എക്സിന് വേണ്ടിയിട്ട് എക്സ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇന്റിജർ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്നു. ഓക്കെ, അത് എക്സ് ആകാം വൈ ആകാം ഏതെങ്കിലും ആകാം. അപ്പൊ 1000 തൊട്ട് 1000, 1001, 1002, 1003 വരെ ആ വേരിയബിളിന് എടുക്കുന്നു. ഇനി നെക്സ്റ്റ് അഡ്രസ് എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. 1004 ആണ്. അത് കഴിഞ്ഞുള്ള അഡ്രസ് എന്ന് പറയുന്നത് എത്രയാണ്, 1008 ആണ്. പിന്നെ 1012 ആണ്. അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പോയിന്റർ വേരിയബിളിൽ അഡ്രസ് ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് അഡ്രസ്സിലോട്ട് സ്റ്റോർ ചെയ്യും. ഇപ്പൊ നമ്മുടെ ക്യാരക്ടർ ആയിരുന്നെങ്കിൽ 1 ബൈറ്റേ ഉള്ളായിരുന്നു. അപ്പൊ അത് 1 വെച്ചിട്ട് ഇൻക്രിമെന്റ് ചെയ്യും. ഇനി 8 ബൈറ്റ്സ് ഉള്ള ഒരു ഇതാണെങ്കിൽ എന്താണ്, 8, 1000, 1008, 1016 അങ്ങനെയാണ് ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ പോകുന്നത്. അപ്പൊ ഇവിടെ ഇന്റീജർ ആയതുകൊണ്ട് y പ്ലസ് പ്ലസ് കൊടുക്കുമ്പോൾ 1000 എന്നുള്ളത് 1004 ആവുന്നു. ഓക്കെ, വീണ്ടും y പ്ലസ് പ്ലസ് കൊടുത്താൽ 1004 എന്നുള്ള എന്താവുന്നു, 1008 ആവും. അപ്പൊ ഇവിടെ നോക്കിയേ, since variable y stores 1000, that is the address of x, we expect it to be 1001. നമ്മൾ പ്രതീക്ഷിക്കുന്ന 1000 എന്ന് പറയുന്നത് എന്താണ്, y പ്ലസ് പ്ലസ് കൊടുക്കുമ്പോൾ 1001 ആകുന്നു because of the plus plus operator, but it increments by 4, which is the size of the integer variable. Integer variable സൈസ് വെച്ചിട്ടായിരിക്കും അത് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. That is the main difference between the normal arithmetic and the pointer arithmetic. നോർമൽ അരിത്മെറ്റിക്കും പോയിന്റർ അരിത്മെറ്റിക്കും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് ഇതാണ്. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇവിടെ? ഡൗട്ട് ഉണ്ടോ? ഇല്ല മിസ്. ഓക്കെ, ഈ ഒരു എക്സാമ്പിളൂടെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആകുവേ. ഞാൻ ഈ എക്സാമ്പിൾ ഒക്കെ കാണിച്ചു തരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സാമ്പിൾസും കോഡൊക്കെ തന്നിട്ടായിരിക്കും എക്സാമിന് ഓരോ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയേ, നമ്പർ എന്ന് പറയുന്ന നോർമൽ ഒരു ഇന്റിജർ വേരിയബിൾ, അതിനകത്ത് 10 നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. P1 എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ, P1 ഈക്വൽ ടു ആംപർസാൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മിന്റെ അഡ്രസ് ആയിരിക്കും P1 സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, y ഈസ് ഈക്വൽ ടു സ്റ്റാർ P1 എന്ന് പറഞ്ഞാൽ മുമ്പേ നമ്മൾ കണ്ടതാണ്. P1 ഇരിക്കുന്നത്, P1 ആരുടെ അഡ്രസ് ആണ് ഇരിക്കുന്നത്, നമ്മിന്റെ അഡ്രസ്. ആ അഡ്രസ്സിലുള്ള വാല്യൂ ആയിരിക്കും y സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റാർ P1 എന്ന് പറയുന്നത്, P1 always contains an address. Star P1 contains the value of that address location. ആ P1 ഇരിക്കുന്ന അഡ്രസ് ലൊക്കേഷന്റെ വാല്യൂ ആയിരിക്കും സ്റ്റാർ P1 ഇരിക്കുന്നത്. അപ്പൊ വൈയിൽ ഇരിക്കുന്ന എന്തായിരിക്കും, ആ ഒരു വാല്യൂ ആയിരിക്കും വൈയിൽ ഇരിക്കുന്നത്. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് നമ്മിന്റെ വാല്യൂ തന്നെയായിരിക്കും വൈയിൽ. ഇനി നമ്മള് P1 പ്രിന്റ് ചെയ്യാന്ന് ഓർത്ത്. P1 പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, P1 എന്ന് പറയുന്നത് എന്താണ്, പ്രിന്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമ്മിന്റെ അഡ്രസ് അല്ലേ. കണ്ടിപ്പം
ലാസ്റ്റ് ഡിജിറ്റ് നോക്കണം 0096 എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് കിട്ടി. അഡ്രസ് ഓഫ് നമ്പർ ചോദിച്ചാൽ P1 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്രസ് ഓഫ് നമ്പർ കിട്ടത്തില്ല. കാരണം P1 ഈസ് ഈക്വൽ ടു ആംപർസാൻഡ് നമ്പർ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ P1 പ്രിന്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മിന്റെ അഡ്രസ്സ് കിട്ടി. ഇതാണ് നമ്മിന്റെ അഡ്രസ്സ്. അതായത് നം എന്ന് പറയുന്ന വേരിയബിള് ഡിക്ലെയർ ചെയ്ത സമയത്ത് മെമ്മറിയിൽ നമ്മിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത അഡ്രസ് ആണ് ഇത്. ഓക്കെ, ഇനി സ്റ്റാർ P1 പ്രിന്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്റ്റാർ P1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്? P1ൽ ഇരിക്കുന്ന അഡ്രസ്സിലുള്ള വാല്യൂ റീറെഫറൻസ് ചെയ്യാണ്. P1ൽ ഇരിക്കുന്ന അഡ്രസ് എന്ന് പറയുന്ന ആരുടെ അഡ്രസ് ആണ്? നമ്മിന്റെ അഡ്രസ് ആണ്. ആ അഡ്രസ്സിലുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ ഏതിന്റെ വാല്യൂ ആയിരിക്കും? നമ്മിന്റെ വാല്യൂ. അതെന്തായിരിക്കും? 10 കിട്ടി. ഓക്കെ, അപ്പൊ വാല്യൂ ഓഫ് നമ്പർ സ്റ്റാർ P1 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മിന്റെ വാല്യൂ 10 തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി y നമ്മൾ പ്രിന്റ് ചെയ്തെന്ന് വെച്ചു. y പ്രിന്റ് ചെയ്താൽ എന്ത് കിട്ടും? y ഈസ് ഈക്വൽ ടു സ്റ്റാർ P1 എന്ന് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഒബ്വിയസ്ലി വി വിൽ ഗെറ്റ് ദ വാല്യൂ 10 നമുക്ക് കിട്ടും. ഓക്കെ, ഇനിയും ഇവിടെ P++ കൊടുത്തെന്ന് വെച്ചാൽ P1++. P1++ എന്ന് പറയുമ്പം എന്താണ്? P1ൽ എന്തായിരുന്നിരുന്നത്? ഒരു അഡ്രസ് ആയിരുന്നിരുന്നത്. ഏത്? നമ്മിന്റെ അഡ്രസ് ആയിട്ടുള്ള 0096 ആയിരുന്നു. P1++ കൊടുത്തു. നമ്മൾ P1++ കൊടുത്തെന്ന് വിചാരിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് P1 നമ്മൾ പ്രിന്റ് ചെയ്തു. കണ്ടന്റ് ഓഫ് P1 പ്രിന്റ് ചെയ്തപ്പം നോർമലി P1ൽ എന്തായിരുന്നു ഇരുന്നത്? നമ്മിന്റെ അഡ്രസ് ആയിട്ടുള്ള 0096 ആയിരുന്നു. പക്ഷെ P1നെ നമ്മൾ ഒന്ന് പ്ലസ് ചെയ്തു ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു? നിങ്ങൾ നോർമലി നോർമൽ വേരിയബിൾ ആണെങ്കിൽ ഇപ്പൊ 10 എന്നുള്ള 11 ആവും. ഇവിടെ എന്താണ്? അഡ്രസ് ആയതുകൊണ്ട് 96 എന്നുള്ള അഡ്രസ്സിന്റെ കൂടെ ഇന്റിജർ, ഇപ്പം പോയിന്റർ വേരിയബിൾ ഒരു ഇന്റിജർ പോയിന്റർ ആയതുകൊണ്ട് എന്താണ്? അതിന്റെ കൂടെ 4 കൂടെ കൂട്ടിയിട്ട് ഇവിടെ നോക്കി 96 എന്നുള്ള എന്തായി? 96ന്റെ കൂടെ 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 100 കിട്ടും. അവിടെ ആ അഡ്രസ് മാറിയിട്ട് കണ്ടന്റ് ഓഫ് P1 ഇപ്പൊ എന്തായി? 2979310100. അങ്ങനെ എന്താണ്? 4 ബൈറ്റ്സ് കൂടെ അതിന്റെ കൂടെ കൂട്ടിയിട്ട് നെക്സ്റ്റ് അഡ്രസ് ആയി. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? P1നെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തിട്ട് നമ്മൾ പ്രിന്റ് ചെയ്തു. അപ്പൊ എന്താണ്? 4 ബൈറ്റ് കൂടെ കൂടി അതിന്റെ. നോർമലി നമ്മൾ ഒരെണ്ണം കൂടുമെന്നാണ്, ഒന്ന് കൂടുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ പോയിന്റർ അരിത്മെറ്റിക്കൽ ആയതുകൊണ്ട് ആ ഒരു ഇന്റിജറിന്റെ സൈസ് വെച്ചിട്ടായിരിക്കും ഇൻക്രിമെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഇന്റിജർ പോയിന്റ്. അപ്പൊ ഈ ഒരു എങ്ങനെയാണ് അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ പോയിന്റിനകത്ത് നടക്കുന്നത്? അപ്പം നോർമലി നമുക്കറിയാലോ, ഇപ്പം x+2 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂന്റെ കൂടെ, ഇപ്പൊ എക്സിന്റെ വാല്യൂ 10 ആണ്, x+2 എന്ന് പറയുമ്പോൾ 10ന്റെ കൂടെ 2 ആഡ് ചെയ്ത് എന്ത് വരുന്നു? 10ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 12 വരും. പക്ഷെ പോയിന്റർ വേരിയബിളിന്റെ കൂടെ ഈ 2 ആഡ് ചെയ്യുമ്പോൾ ഈ എന്താണ്? ഇപ്പൊ 1000 ആണെങ്കിൽ പോയിന്റർ വാല്യൂ 1000 ആണ്, 1002 അല്ല ആഡ് ആകുന്നത്. അതെന്താ ആഡ് ആകുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, ഈ ഒരു എക്സാമ്പിൾ നോക്കി, അതിനുമുമ്പ് പറയാവേ. An integer value can be added and subtracted to a pointer. When an integer is added to a pointer, the pointer points to the next memory address. ഒരു integer ആഡ് ചെയ്യുമ്പോൾ എന്താണ്? അത് നെക്സ്റ്റ് മെമ്മറി അഡ്രസ്സിലോട്ടാണ്. Similarly, when an integer is subtracted from the pointer points to the previous memory location. അപ്പം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പോയിന്റർ പ്രീവിയസ് മെമ്മറി ലൊക്കേഷനിലോട്ട് പോകും. ഇപ്പൊ പ്ലസ് നോക്കി എക്സ്, ഇപ്പം എന്താ പറയുന്നത്, PTR എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആണ് വിചാരിക്കും. PTR ++ ഞാൻ കൊടുത്തപ്പോൾ നെക്സ്റ്റ് അഡ്രസ്സിലോട്ട് പോയി. എന്നാൽ PTR -- കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രീവിയസ് അഡ്രസ്സിലോട്ട് പോകും. ഓക്കെ, ഇവിടെ നമുക്ക് ഈ എക്സാമ്പിൾ നോക്കാം. x is equal to 20, int x is equal to 20, y is equal to 30. അപ്പം x എന്ന് പറയുന്ന ഒരു വേരിയബിൾ, y എന്ന് പറയുന്ന ഒരു വേരിയബിൾ, എക്സിന്റെ വാല്യൂ 20, വൈയുടെ വാല്യൂ 30. ഇനി PTR1, PTR2 എന്ന് പറയുന്ന 2 പോയിന്റർ വേരിയബിൾസ്. PTR1ൽ എക്സിന്റെ അഡ്രസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നു, PTR2 വൈന്റെ അഡ്രസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നു. അപ്പൊ PTR1ൽ എക്സിന്റെ അഡ്രസ്, PTR2ൽ വൈയുടെ അഡ്രസ് ഇരിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കി, printf the value of PTR1 or address of x. അപ്പൊ PTR1ൽ എന്തിന്റെ അഡ്രസ് ആണ് ഇരിക്കുന്നത്? എക്സിന്റെ അഡ്രസ്. അപ്പം വാല്യൂ ഓഫ് PTR1 എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സിന്റെ അഡ്രസ് ആയിരിക്കും. അപ്പൊ PTR1 നമ്മൾ പ്രിന്റ് ചെയ്യിക്കാം.
അപ്പൊ PTR1 പ്രിന്റ് ചെയ്തപ്പോൾ നമുക്ക് എക്സിന്റെ അഡ്രസ് നോക്കിയേ 3308 എന്നുള്ളത് നമുക്ക് കിട്ടി 3308. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ ദ വാല്യൂ ഓഫ് PTR2 എന്ന് പറയുന്നത് എന്താണ് വാല്യൂ വൈഡ് അഡ്രസ് അല്ലേ. അപ്പൊ വൈഡ് അഡ്രസ് നമുക്ക് കിട്ടി 3304. അപ്പൊ ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്. എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിന്റെ അഡ്രസ് 3308, വൈഡ് വേരിയബിളിന്റെ അഡ്രസ് 3304. എക്സിന്റെ വാല്യൂ 20, വൈന്റെ വാല്യൂ 30. അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ. ഇനി സ്റ്റാർ PTR1 നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സ്റ്റാർ PTR1 ഞാൻ പറഞ്ഞു PTR1 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ അഡ്രസ്, PTR2 പ്രിന്റ് ചെയ്ത വൈഡ് അഡ്രസ്. സ്റ്റാർ PTR1 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ PTR1 ഇരിക്കുന്ന അഡ്രസ്സിലുള്ള വാല്യൂ, PTR1 ഇരിക്കുന്ന ആരുടെ അഡ്രസ് ആണ്? എക്സിന്റെ അഡ്രസ്. എക്സിന്റെ വാല്യൂ എത്രയാണ്? 20. അപ്പം 20 കിട്ടുന്നു. ഓക്കെ. അപ്പം വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സ്റ്റാർ PTR1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർ PTR1ന്റെ വാല്യൂ എന്ന് പറയുന്നത് PTR1 ഇരിക്കുന്ന അഡ്രസ്, എക്സിന്റെ അഡ്രസ്, അതിലുള്ള വാല്യൂ ഡീറെഫറൻസ് ചെയ്യാണ് നമ്മൾ. അതിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 20. ഇനി സ്റ്റാർ വൈ കിട്ടണേ എന്തോ ചെയ്യണം? സ്റ്റാർ PTR2. ഓക്കെ. സ്റ്റാർ PTR2 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? വൈയുടെ വാല്യൂ കിട്ടുന്നു, അതായത് 30 എന്ന് പറഞ്ഞ് കിട്ടും. ഇനിയും നോക്കി ഇവിടെ നമ്മൾ അരിത്മെറ്റിക് ചെയ്യാണ്. PTR1 ഈസ് ഈക്വൽ ടു PTR1 + 2 എന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ നേരത്തെ നോക്കിയ പ്ലസും മൈനസും എന്നൊക്കെ പറയുന്നത് ഒരു വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നതിനും ഡിക്രിമെന്റ് ചെയ്യുന്നതിനായിരുന്നു യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ നമ്മൾ +2 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. PTR1 + 2. ഓക്കെ. അപ്പൊ PTR1 ഈസ് ഈക്വൽ ടു PTR1 + 2 എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് നമ്മൾ PTR1 വീണ്ടും നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. അപ്പൊ നമുക്കറിയാലോ PTR1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സിന്റെ അഡ്രസ് ആയിട്ടുള്ള 3308 ആയിരുന്നു. അതിന്റെ കൂടെ 2 ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് അഡ്രസ്സിലോട്ട് പോകും. ഓക്കെ. അതായത് 4 bytes ഇൻക്രിമെന്റ് ചെയ്യും. അതാണ് ഈ പ്ലസിലുള്ളത്. അപ്പൊ PTR+1 എന്ന് പറയുന്നതും PTR++ എന്ന് പറയുന്നതും സെയിം ആണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് PTR+2 എന്നാണ്. അപ്പം എന്താണ്? രണ്ടാമത്തെ അഡ്രസ്സിലോട്ട്, നെക്സ്റ്റ് അഡ്രസ് കഴിഞ്ഞിട്ട് അടുത്ത അഡ്രസ്സിലോട്ട്. അപ്പം നെക്സ്റ്റ് അഡ്രസ്സിൽ പോണെ 4 bytes അല്ലേ ഞാൻ പറഞ്ഞ ഇൻക്രിമെന്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ +2 പറയുമ്പോൾ 8 bytes ഇൻക്രിമെന്റ് ചെയ്യും. അപ്പം ഇവിടെ നോക്കി അവിടെ PTR1 എന്ന് പറഞ്ഞു, PTR1ന്റെ ഇപ്പൊ വാല്യൂ എത്രയായി? 3316 ആയി. ശരിക്കും PTR1ന്റെ ആദ്യത്തെ വാല്യൂ എത്രയായിരുന്നു? 3308 ആയിരുന്നു. 3308ന്റെ കൂടെ 8 കൂടെ ആഡ് ചെയ്യാം. അപ്പൊ +1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആഡ് ചെയ്യുക, +2 എന്ന് പറയുമ്പോൾ 8 ആഡ് ചെയ്യുക, +3 എന്ന് പറയുമ്പോൾ 12 ആഡ് ചെയ്യുക. അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഈ 8ന്റെ കൂടെ 8 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 3316. ഓക്കെ, അത് കിട്ടി. ഇനിയും അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കി, PTR2 ഈസ് ഈക്വൽ ടു PTR1 + 2. അപ്പൊ PTR2ന്റെ വാല്യൂ ഇനി മാറുകയാണ്. PTR2 ഈസ് ഈക്വൽ ടു PTR1 + 2 എന്നായി. അപ്പം PTR1ന്റെ വാല്യൂ എത്രയാണ്? ഇപ്പം 3316 അല്ലേ. അതിന്റെ കൂടെ 2 കൂട്ടുക എന്ന് പറഞ്ഞാൽ, അതിന്റെ കൂടെ 2 കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ കൂടെ 8 കൂടെ ആഡ് ചെയ്യുക. 1 കൂട്ടുക എന്ന് പറഞ്ഞാൽ 4 കൂട്ടുക, 2 കൂട്ടുക എന്ന് പറയുമ്പോൾ 8 കൂടെ ആഡ് ചെയ്യുക. അപ്പം 16ന്റെ കൂടെ 8 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 24. അത് പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് 24 കിട്ടും. ഇതാണ് എന്താണ് പോയിന്റർ അരിത്മെറ്റിക്കും നോർമൽ അരിത്മെറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണം ഇൻക്രിമെന്റ് ചെയ്യാതെ പറഞ്ഞാൽ 4 bytes, ഇന്റീജർ ആണ് 4 bytes, ക്യാരക്ടർ ആണ് 1 byte, ഇനി ലോങ് ഡബിൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് 8 bytes. അങ്ങനെയാണ് അത് ആഡ് ആയി പോകുന്നത്. എന്നാൽ നോർമൽ അരിത്മെറ്റിക് ആണ് എന്താണ് 1 ആഡ് ചെയ്യത്തില്ല. ഇപ്പൊ +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ x = x+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സിന്റെ വാല്യൂന്റെ കൂടെ 2 കൂടെ കൂട്ടുക. അപ്പം 10ന്റെ കൂടെ 2 കൂടെ കൂട്ടുമ്പോൾ 12 ആയി. എന്നാൽ എക്സ് ഒരു പോയിന്റർ വേരിയബിൾ ആണ്. എക്സിനകത്ത് ഇരിക്കുന്ന അഡ്രസ് 1000 ആണെങ്കിൽ x+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1000 എന്ന് പറയുന്നത് 1008 ആവും. x+3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1012 ആവും. x = x+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1004 ആവും. അങ്ങനെയാണ് അത് മാറുന്നത്. മനസ്സിലായോ? മനസ്സിലായോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഓക്കെ, എന്തെങ്കിലും ഇത്രയും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം ഇതിന്റെ കോൺസെപ്റ്റ് ഇച്ചിരി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തെങ്കിലും മനസ്സിലായോ? ഡൗട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെങ്ങനെ വരുന്ന മിസ്സേ മനസ്സിലായാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചിലപ്പോൾ ഇതിന്റെ അകത്ത് കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത കുട്ടികൾ കാണും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കി നമുക്ക്
രണ്ട് നമ്പേഴ്സിന്റെ സം എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഇവിടെ എക്സ് എന്നും വൈ എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക, വാല്യൂ ഓഫ് എക്സ് വൈ. അപ്പം നമ്മൾ സ്കാൻ ഓഫ് ഉപയോഗിച്ചിട്ടില്ല ആ വാല്യൂസിനെ റീഡ് ചെയ്യുന്നത്. അപ്പൊ പെർസെന്റേജ് ഡി ആംപർസാൻഡ് എക്സ് ആംപർസാൻഡ്, അപ്പൊ എക്സിന്റെയും വൈയുടെയും വാല്യൂ ഇവിടെ നോക്കി. അപ്പം ഇവിടെ പ്രിന്റ് ഓഫ് എൻ്റർ ദ വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിൽ എൻ്റർ ദ വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞു വന്നു. അപ്പൊ 5 ഞാൻ എൻ്റർ ചെയ്തു. അപ്പൊ 5 എവിടോട്ട് സ്റ്റോർ ചെയ്തു? സ്കാൻ ഓഫ് പെർസെന്റേജ് ഡി ആംപർസാൻഡ് എക്സ്. അപ്പൊ എക്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുള്ള അഡ്രസ്, ദാറ്റ് ഇസ് ആംപർസാൻഡ് എക്സ്, അതിലോട്ട് ഈ 5 സ്റ്റോർ ചെയ്തു. ഇനി 12 എൻ്റർ ദ വാല്യൂ ഓഫ് 5 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് വന്നപ്പോൾ ഞാൻ 12 എൻ്റർ ചെയ്ത് കൊടുത്തപ്പോൾ 12ന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ആംപർസാൻഡ് വൈയിലോട്ട് 12 സ്റ്റോർ ചെയ്ത് ആ ഒരു അഡ്രസ്സിലോട്ട് സ്റ്റോർ ചെയ്തു. അപ്പൊ എക്സിന്റെ അഡ്രസ് 1000 ആണെങ്കിൽ 5 ഇപ്പൊ 1000-ലുണ്ട്. വൈയുടെ അഡ്രസ് 2000 ആണെങ്കിൽ 12 ഇപ്പം 2000-ലുണ്ട്. ഓക്കെ. ഇനി പോയിന്റർ ഉപയോഗിച്ചിട്ട് എന്താണ് സമ്മ് കാണുക എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കി, ഇവിടെ രണ്ട് പോയിന്റർ വേരിയബിൾ ആയിരുന്നു. എക്സ് പി എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളും വൈ പി എന്ന് പറയുന്ന പോയിന്റർ വേരിയബിൾ. അതെല്ലാം ടൈപ്പ് ഇന്റിജർ ആണ്. അപ്പൊ എക്സ് പിയിലോട്ട് നമ്മുടെ എക്സിന്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്തു. ഓക്കെ. അപ്പം എക്സ് പിയിൽ ഇപ്പം എന്തുണ്ട്? എക്സിന്റെ അഡ്രസ്സും. വൈ പിയിൽ എന്തുണ്ട്? വൈയുടെ അഡ്രസ്സും. ഇനി അതിന്റെ വാല്യൂ തമ്മിൽ സമ്മ് ചെയ്യണമെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഒരു പോയിന്റർ വേരിയബിളിൽ, ഒരു പോയിന്ററിൽ ഇരിക്കുന്ന വാല്യൂവിനെ എടുക്കാൻ നമ്മൾ ഏതാ ഈ ഒരു സ്റ്റാർ ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ഇപ്പൊ സ്റ്റാർ എക്സ് പി എന്ന് പറയുമ്പോൾ എക്സ് പിയിൽ ഇരിക്കുന്ന എക്സിന്റെ അഡ്രസ്സിൽ പോയിട്ട് ആ വാല്യൂ എടുക്കുക, എക്സിന്റെ വാല്യൂ. അപ്പൊ 5 എടുക്കുന്നു. പ്ലസ് സ്റ്റാർ വൈ പി എന്ന് പറയുമ്പോൾ വൈ പിയിൽ ഇരിക്കുന്ന അഡ്രസ്സിൽ പോയിട്ട് ആ വാല്യൂ എടുക്കുക. വൈ പിയിൽ ഇരിക്കുന്ന അഡ്രസ് എന്ന് പറയുമ്പോൾ എന്താണ്? വൈയുടെ അഡ്രസ്. അതിൽ പോയി ആ വാല്യൂ എടുക്കുക എന്ന് പറയുമ്പോൾ 12. അപ്പൊ എക്സ് പി എന്ന് പറയുന്ന വാല്യൂ ഓഫ് എക്സും വൈ പി എന്ന് പറയുന്ന വാല്യൂ ഓഫ് വൈ ആണ്. അത് തമ്മിൽ ആഡ് ചെയ്യുമ്പം വിൽ ഗെറ്റ് ദി സമ്മ് നമുക്ക് 17 എന്നുള്ള കിട്ടും. അപ്പം പോയിന്റർ വെച്ചിട്ട് സമ്മ് കാണാൻ ഇപ്പം ഇങ്ങനെ നിങ്ങൾക്ക് കോഡ് തരും. ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ സിമ്പിൾ കാണത്തില്ല. സം ഈസ് ഈക്വൽ ടു എക്സ് പി പ്ലസ് വൈ പി എന്ന് കൊടുക്കുവാണെങ്കിൽ ഇപ്പൊ ഇവിടെ നോക്കിയും സം ഈസ് ഈക്വൽ ടു എക്സ് പി പ്ലസ് വൈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയാവുമോ? ശരിയാവത്തില്ല. കാരണം എന്താണ്? അവിടെ അഡ്രസ്സുകൾ തമ്മിൽ ആഡ് ആവും. കാരണം എക്സ് പിയിൽ ഇരിക്കുന്ന അഡ്രസ്സും വൈ പിയിൽ ഇരിക്കുന്ന അനദർ അഡ്രസ്സുമാണ്. അപ്പൊ സ്റ്റാർ എക്സ് പി പ്ലസ് സ്റ്റാർ വൈ പി എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള കണ്ടന്റിനെ എടുത്തിട്ട്, അതായത് എക്സ് പിയിൽ ഇരിക്കുന്ന അഡ്രസ്സിൽ പോയിട്ട് ആ വാല്യൂവിനെ എടുത്തോണ്ട് വന്നിട്ട് ആഡ് ആക്കത്തുള്ളൂ. ഓക്കെ. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പൊ ഈ കോഡ് കറക്റ്റ് ആണോ, ഔട്ട്പുട്ട് എന്താണ്, എറർ ആണോ, അല്ലെ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. ഈ സ്വാപ്പിംഗ് നിങ്ങൾ ഫംഗ്ഷനകത്ത് പഠിച്ചിട്ടുണ്ടല്ലോ. ഇത് നോർമൽ സ്വാപ്പിംഗ് ആണ്. സ്വാപ്പിങ്ങിന്റെ സമയത്ത് ഇവിടെ നോക്കി, എക്സിന്റെ വാല്യൂ 10, വൈയുടെ വാല്യൂ 20, ഒരു ടെമ്പററി വേരിയബിൾ ഉണ്ട്. അത് സ്വാപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾ ആണ്. രണ്ട് പോയിന്റർ വേരിയബിൾസ് ഉണ്ട്, എയും ബിയും. അപ്പൊ ബിഫോർ സ്വാപ്പിംഗ് എക്സിന്റെ വൈയുടെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ചു. വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് 10ഉം വാല്യൂ ഓഫ് വൈ എന്ന് പറയുന്നത് 20 ആണ്. എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യുന്നു? പോയിന്റർ വേരിയബിളായിട്ടുള്ള എയിലോട്ട് എക്സിന്റെ അഡ്രസ്സും ബിയിലോട്ട് വൈയുടെ അഡ്രസ്സും നമ്മൾ അസൈൻ ചെയ്യും. എന്നിട്ട് ടെംപ് ഈസ് ഈക്വൽ ടു സ്റ്റാർ എ. സ്റ്റാർ എ എന്ന് പറയുന്നത് എന്താണ്? എയിൽ ഏതിന്റെ അഡ്രസ് ആണ്? എക്സിന്റെ അഡ്രസ്. അപ്പം സ്റ്റാർ എ എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ. അപ്പൊ എക്സിന്റെ വാല്യൂ ആ മെമ്മറി പോയിട്ട് ആ ലൊക്കേഷനിൽ നിന്നാണ് ആ വാല്യൂ എടുക്കുന്നത്. ശരിക്കും ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പം സ്റ്റാർ എ എന്ന് പറയുമ്പോൾ എ അതിലിരിക്കുന്ന എക്സിന്റെ അഡ്രസ് ആണ്. ആ അഡ്രസ്സിൽ പോയിട്ട് ആ വാല്യൂവിനെ എടുക്കുന്നു. ആ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10. അതിനെ ടെംപ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് വെക്കുന്നു. എന്നിട്ട് സ്റ്റാർ എ ഈസ് ഈക്വൽ ടു സ്റ്റാർ ബി ആക്കും. അപ്പം എന്താണ് സ്റ്റാർ ബി എന്ന് പറയുന്നത്? എന്താണ്? 20. ഓക്കെ, 20 ആക്കുന്നു. എന്നിട്ട് സ്റ്റാർ ബി എന്ന് പറയുന്നത് ഇപ്പൊ എന്താക്കുന്നു? ടെംപ് ആക്കി മാറ്റുന്നു, അതായത് 10 ആക്കി മാറ്റുന്നു. അപ്പൊ ആഫ്റ്റർ സ്വാപ്പിംഗ് എക്സിന്റെ വാല്യൂ 20, വൈയുടെ വാല്യൂ 10 ആവും. ഇത് നമ്മൾ ആ മെമ്മറി ലൊക്കേഷനിൽ പോയി നോക്കിയാൽ ആ വാല്യൂസ് 20യും 10 ആയിട്ട് അത് മാറിയിട്ടുണ്ട്. ഓക്കെ. ഇനി ഈ പോയിന്റേഴ്സിനെ നമ്മൾ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ കോൾ ബൈ റെഫറൻസ് എന്ന്, അല്ലെ കോൾ ബൈ അഡ്രസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാസിംഗ് പോയിന്റേഴ്സ് ടു ഫംഗ്ഷൻസ് ഇൻ സി റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് പ്രൊവൈഡിംഗ് ദ അഡ്രസ് ഓഫ് എ വേരിയബിൾ ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ്സ് വാല്യൂസ്. ഓക്കെ, പോയിന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വി ആർ പ്രൊവൈഡിംഗ് ദ അഡ്രസ് ഓഫ് ദ വേരിയബിൾ ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ്സ് വാല്യൂസ്, ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ദി, അപ്പം എന്താണ് that function allows to access and modify the original variable directly. ഡയറക്റ്റ് ആയിട്ട് ഒറിജിനൽ വേരിയബിൾസിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ദി
പാസ് ബൈ റെഫറൻസ് ഓർ പാസ് ബൈ അഡ്രസ്. ഇനി നമ്മൾ പാസ് ബൈ അഡ്രസ് എന്ന് അല്ലെ പാസ് ബൈ റെഫറൻസ് അല്ലെ കോൾ ബൈ റെഫറൻസ് എന്നൊക്കെ പറയും. അതായത് ഡയറക്റ്റ് മോഡിഫിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. എഫിഷ്യന്റ് ഡേറ്റ ഹാൻഡ്ലിംഗ് എന്നൊക്കെ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇവിടെ നോക്കി മുമ്പേ നമ്മൾ ഫംഗ്ഷൻ ഇല്ലാത്തതാണ് കാണിച്ചത്. ഇവിടെ കൊണ്ടോ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കി സ്വാപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ നമുക്കറിയാലോ ഫംഗ്ഷന് 3 പാർട്ട് ഉണ്ട്. ഏതൊക്കെയാണ് ഫംഗ്ഷന്റെ 3 പാർട്ടുകൾ? നിങ്ങൾ ഫംഗ്ഷൻ പഠിച്ചില്ലേ? ഏതൊക്കെയാണ് ഫംഗ്ഷന്റെ 3 പാർട്ടുകൾ? പറഞ്ഞേ, ഏതൊക്കെയാ ഫംഗ്ഷന്റെ 3 പാർട്ടുകൾ? ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ ആൻഡ് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ ഡിക്ലറേഷൻ നമ്മൾ വേറൊരു പേര് പറയും. എന്താണത്? ഫംഗ്ഷൻ ഡിക്ലറേഷന്റെ അനദർ നെയിം എന്താണ്? എന്താണ്? ആരെങ്കിലും പറയോ? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഫംഗ്ഷൻ ഡിക്ലറേഷന്റെ മറ്റൊരു പേരാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഓക്കെ, അപ്പം ഇവിടെ ഇവിടെ നോക്കി ഈ സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ ഇവിടെ എന്താണ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ദിസ് ഇസ് നോൺ ആസ് എ ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പൈലറിന് എന്താണ് മനസ്സിലാവുന്നത്? കാരണം മെയിൻ ഫംഗ്ഷന് മുന്നേ ഇത് ഡിക്ലെയർ ചെയ്തിട്ടാണ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ സ്വാപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് വോണ്ട് റിട്ടേൺ എനി വാല്യൂ. അപ്പം ഇവിടെ റിട്ടേൺ ടൈപ്പ് എന്താണ്? വോയിഡ് ആണ്. അപ്പൊ അതൊന്നും ഈ ഒരു സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. മെയിൻ ഫംഗ്ഷനിലോട്ട് ആ സ്വാപ്പ് ഫംഗ്ഷൻ ഒന്ന് റിട്ടേൺ ചെയ്യുന്നു. പക്ഷെ ഇതിനകത്ത് 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഇന്റിജർ പോയിന്റേഴ്സ് ആണ്. പോയിന്റർ പാരാമീറ്റേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാർ സിമ്പിൾ കാണുമ്പോഴേ കമ്പൈലറിന് മനസ്സിലാവുക ഇതിനകത്ത് 2 വാല്യൂസ് ഈ ഒരു ഫംഗ്ഷനിലോട്ട് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നുണ്ട്. അത് പോയിന്റർ ആർഗ്യുമെന്റ്സ് ആയിരിക്കും പാസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഇവിടെ മെയിൻ ഫംഗ്ഷൻ എത്തുമ്പോൾ ഇവിടെ നോക്കി എക്സിന്റെ വാല്യൂ 10, വൈയുടെ വാല്യൂ 20. അപ്പൊ ബിഫോർ സ്വാപ്പിംഗ് എക്സിന്റെ വൈയുടെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ നോക്കി ഔട്ട്പുട്ടില് എക്സിന്റെ വാല്യൂ 10, വൈയുടെ വാല്യൂ 20. എന്നിട്ട് ഇവിടെ നോക്കി സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യും. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ അല്ലെ ഫംഗ്ഷൻ ഡിക്ലറേഷനകത്ത് നമ്മൾ സെമിക്കോളൻ ഇടും. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെമിക്കോളൻ ഇടും. പക്ഷെ ഫംഗ്ഷൻ ഡെഫിനിഷന്റെ അവിടെ നമ്മൾ സെമിക്കോളൻ ഇടത്തില്ല. അപ്പം ഈ ഒരു പ്രോഗ്രാമിലെ എറർ എന്താന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും. ഓക്കെ, അപ്പം ഇവിടെ നോക്കി ഇതാണ് ഡെഫിനിഷൻ പാർട്ട്. ഡെഫിനിഷൻ പാർട്ടിൽ നമ്മൾ സെമിക്കോളൻ ഇടത്തില്ല കേട്ടോ. അപ്പൊ ഈ കോളിന്റെ സമയത്ത് നമ്മൾ ജസ്റ്റ് ഫംഗ്ഷന്റെ പേരും അതിന്റെ ആർഗ്യുമെന്റ്സും മാത്രമേ ഉള്ളൂ. റിട്ടേൺ ടൈപ്പ് ഒന്നും സ്പെസിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ സ്വാപ്പ് ഈസ് ഈക്വൽ ടു ആംപർസാൻഡ് എക്സ് കോമ ആംപർസാൻഡ് വൈ. അപ്പൊ നോർമലി നമുക്ക് സ്വാപ്പ് ഈസ് ഈക്വൽ സ്വാപ്പ് ഓഫ് എക്സ് കോമ വൈ എന്നാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആംപർസാൻഡ് എക്സ് കോമ ആംപർസാൻഡ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നു ഇതിനകത്തോട്ട് നമ്മൾ പാസ് ചെയ്യുന്നത്, അതായത് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ പാർട്ടിലോട്ട് നമ്മൾ പാസ് ചെയ്യുന്നത് എന്താണ്? ദീസ് ആർ ദി ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ദീസ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആർ അഡ്രസ്സസ്. അഡ്രസ്സസിനെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഇവിടെ ഡിക്ലെയർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആ ഫംഗ്ഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്താണ്? പോയിന്റർ വേരിയബിൾസിനെ ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. പോയിന്റർ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് എന്തായിരിക്കും? അഡ്രസ് ആയിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ പാസ് ചെയ്യുന്ന ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് അഡ്രസ് ആണ്. ആംപർസാൻഡ് എക്സ് കോമ ആംപർസാൻഡ് വൈ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ഫംഗ്ഷനെ ഇവിടെ കോൾ ചെയ്യുമ്പോൾ ഈ കൺട്രോൾ എന്ത് ചെയ്യുന്നു? ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ടിലോട്ട് കൺട്രോൾ പോകുന്നു. എന്നിട്ട് എക്സിന്റെ അഡ്രസ് എയിലും അസൈൻ ചെയ്യുന്നു, വൈയുടെ അഡ്രസ് ബിയിലും അസൈൻ ചെയ്യുന്നു. എക്സിന്റെ അഡ്രസ് എയിലും അസൈൻ ചെയ്യുന്നു, വൈയുടെ അഡ്രസ് ബിയിലും അസൈൻ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ നോക്കി മുമ്പേ കണ്ട പോലെ തന്നെ ഈ ടെമ്പററി വേരിയബിൾ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാർ എയും സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ എക്സിൽ ഇരിക്കുന്ന വാല്യൂ വൈയിൽ ഇരിക്കുന്ന വാല്യൂ അത് തമ്മിൽ എന്താണ്? സ്വാപ്പ് ചെയ്യും. ആഫ്റ്റർ സ്വാപ്പിങ് എയും ബിയും നമ്മൾ പ്രിന്റ്, അതായത് എക്സും വൈയും നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ എന്താണ്? സ്റ്റാർ എ സ്റ്റാർ ബി പ്രിന്റ് ചെയ്യുമ്പോൾ സ്റ്റാർ എ എന്ന് പറയുന്നത് എന്താണ്? 20 കിട്ടുന്നു, സ്റ്റാർ ബി എന്ന് പറയുന്നത് 10 കിട്ടുന്നു. ബിക്കോസ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുന്നു, മെമ്മറി സ്വാപ്പിംഗ് ആണ് നടന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ആ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, this process is known as call by reference or call by address or അല്ലെങ്കിൽ pass by reference അല്ലെങ്കിൽ pass by address എന്ന് പറയും. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് pointer parameters allows functions to modify actual arguments, especially useful for swapping dynamic memory and returning multiple values. ഈ കേസിലൊക്കെ നമ്മൾ പോയിന്റേഴ്സ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു.
always ensure proper dereferencing of pointers when used. Okay. അപ്പം ശരിക്കും ഇവിടെ നമ്മൾ ഈ അഡ്രസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒക്കെ നമ്മൾ ഈ സ്റ്റാർ സിമ്പിൾ ഇടാൻ ഒരിക്കലും മറന്നു പോകരുത്. സ്റ്റാർ സിമ്പിൾ ഇട്ടാൽ മാത്രമേ ഡീറെഫറൻസ് ചെയ്തിട്ട് ആ വാല്യൂവിനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. വെറും ഇപ്പം temp is equal to a is equal to b എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ അഡ്രസ്സുകൾ തമ്മിൽ ചേഞ്ച് ആകത്തുള്ളൂ, ഒരിക്കലും വാല്യൂസ് തമ്മിൽ ചേഞ്ച് ആകത്തില്ല. ഓക്കെ. വാല്യൂ എടുക്കണമെങ്കിൽ ഈ ഡീറെഫറൻസിങ് ഓപ്പറേറ്റർ ആയിട്ടുള്ള ആസ്റ്ററിസ്ക് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക തന്നെ വേണം. ഇനിയും പോയിന്റേഴ്സ് ആൻഡ് അറേ ആണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. പോയിന്റേഴ്സ് ആൻഡ് അറേ. അപ്പൊ ഇവിടെ നോക്കി, ഇൻ സി പ്രോഗ്രാമിംഗ് നെയിം ഓഫ് ദ അറേ ഓൾവേസ് പോയിന്റ്സ് ടു അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് എലമെന്റ് ഓഫ് ദ അറേ. അപ്പം ശരിക്കും നമുക്കറിയാമല്ലോ, ഒരു അറേ എന്ന് പറയുന്ന ഒരു ഇന്റിജർ അറേ എടുക്കുക. ഇന്റിജർ അറേയുടെ പ്രത്യേകിച്ച് തന്നെ അറേ എന്ന് പറയുന്നത് എന്താണ്, അറേയുടെ സ്പെഷ്യൽ എന്താണ്, അറേയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞേ. അറേ എന്താണെന്നുള്ളത്, എന്താണ് അറേ? സിമിലർ ഡേറ്റ ടൈപ്പിന്റെ ഗ്രൂപ്പാണ്. സിമിലർ ഡേറ്റ ടൈപ്പിന്റെ ഗ്രൂപ്പാണ് അറേ. പിന്നെ അതുപോലെ അറേ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിലാണ് അറേ എലമെന്റ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡിസ്കണ്ടിന്യൂസ് ആയിട്ടൊന്നും നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പം അറേ ഓഫ് 10 എന്ന് പറഞ്ഞാൽ ഈ 10 എലമെന്റ്സും കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും ഈ 10 എലമെന്റ്സും സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ എന്താണ്, ഒരേ ഡേറ്റ ടൈപ്പ് ആയിരിക്കും ഈ 10 എലമെന്റ്സിന്. അതായത് കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് ഡേറ്റ എലമെന്റ് സ്റ്റോർഡ് ഇൻ ദി കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ്. ഹോമോജീനിയസ് ഡേറ്റ എലമെന്റ്സ് ആണ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിനാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേ എന്ന് പറയുന്നത്, അതായത് നമ്മളെ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആയിരിക്കും നടക്കുന്നത്. അതായത് അറേ നമ്മൾ ഫസ്റ്റ് അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമുക്ക് അറേ എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെ അറേ ഷ്രിങ്ക് ചെയ്യാനോ നമുക്ക് പറ്റത്തില്ല. ഓക്കെ. അതായത് ഡൈനാമിക് അല്ല, സ്റ്റാറ്റിക് ആയിട്ടായിരിക്കും മെമ്മറി അലോക്കേഷൻ അവിടെ നടക്കുന്നത്. അപ്പൊ അറേ ഓഫ് 10 എന്ന് പറഞ്ഞ മാക്സിമം വി ക്യാൻ യൂസ് എന്താണ്, 10 എലമെന്റ്സ് നമുക്ക് അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ പ്രോഗ്രാമിങ്ങിന്റെ ഇടയിൽ നമുക്ക് തോന്നുവാണ് കുറച്ചുകൂടെ എലമെന്റ്സിൽ നമുക്ക് ഇൻപുട്ട് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ 10 എലമെന്റ്സ് വെച്ചിട്ട് അറേയുടെ സൈസ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. വൺസ് വി ഡിക്ലെയർ ദ സൈസ് ഓഫ് ദ അറേ, വി കനോട്ട് എക്സ്പാൻഡ് ദ അറേ സൈസ് ഓർ വി കനോട്ട് ഷ്രിങ്ക്. അപ്പം ഇപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് ഫോർ എക്സാമ്പിൾ 10 നമ്മൾ 5 എലമെന്റ്സ് സ്റ്റോർ ചെയ്തോളൂ. അപ്പൊ എന്തിനാ വെറുതെ മെമ്മറി വേസ്റ്റ് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് ഡിഅലോക്കേറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പം ശരിക്കും നമ്മൾ ഒരു 100 എലമെന്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് 10 എലമെന്റ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുള്ളെങ്കിൽ ബാക്കി 90 മെമ്മറീസ് നമ്മൾ എന്താണ് വേസ്റ്റ് ആക്കി കളയാണ് ചെയ്യും. എന്നാൽ 100 എലമെന്റ്സ് സ്റ്റോർ ചെയ്ത് ഇനി ഒരു 100 കൂടി സ്റ്റോർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നടക്കത്തില്ല. കാരണം സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആണ് അറേ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള അറേയുടെ പോയിന്റ്സ്. ഹോമോജീനിയസ് ഡേറ്റ എലമെന്റ്സ് ആയിരിക്കും ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫൈനൈറ്റ് ആൻഡ് ഓർഡേർഡ് കളക്ഷൻ, ഓർഡേർഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ സ്റ്റാറ്റിക് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും അറേ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കി, ഇൻ സി പ്രോഗ്രാമിംഗ് നെയിം ഓഫ് ദ അറേ ഓൾവേസ് പോയിന്റ്സ് ടു ദി അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് എലമെന്റ് ഓഫ് ആൻ അറേ. അപ്പം അറേ ഓൾവേസ്, അപ്പം ഒരു അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സിലായിരിക്കും അതിന്റെ ഫസ്റ്റ് എലമെന്റ് പോയിന്റ് ചെയ്യുന്നത് പറഞ്ഞിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഇന്റ് എക്സ് ഓഫ് 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എക്സ് ഇസ് എൻ ഇന്റിജർ അറേ. ഇറ്റ് ക്യാൻ സ്റ്റോർ മാക്സിമം 4 എലമെന്റ്സ്. ഓക്കെ. ആൻഡ് ദ വേരിയബിൾ ഐ, അത് നമ്മൾ ഈ ലൂപ്പിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിൾ ആണ് ഐ എന്ന് പറയുന്ന വേരിയബിൾ. ഐ ഈക്വൽ 0, ഐ ലെസ് ദാൻ 4, ഐ പ്ലസ് പ്ലസ്. ഓക്കെ. അപ്പം ഐയുടെ സ്റ്റാർട്ടിങ് 0 ആണ്. അപ്പൊ 0, 0, 1, 2, 3 വരെ പോകും. അപ്പൊ 0 to 3 എന്ന് പറയുമ്പോൾ എത്രയാണ്, 4 എലമെന്റ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ നോക്കി, പ്രിന്റ് ആംപർസാൻഡ് എക്സ് പെർസെന്റേജ് ഡി ഈക്വൽ ടു ഇപ്പൊ യു എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അഡ്രസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. അപ്പം ആംപർസാൻഡ് എക്സ് ഓഫ് പെർസെന്റേജ് ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പെർസെന്റേജ് ഡി എന്ന് പറയുമ്പോൾ ആദ്യം അതിന്റെ വാല്യൂ എത്ര ആവും, ഐയുടെ വാല്യൂ ആണ്. ആംപർസാൻഡ് എക്സ് ഓഫ് ഐ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐയുടെ വാല്യൂ ആദ്യം എത്രയാണ്, 0. അപ്പൊ ആംപർസാൻഡ് എക്സ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഓഫ് 0 എന്ന് പറയുന്നത് എക്സിലുള്ള ഫസ്റ്റ് എലമെന്റ്. ഓക്കെ. അപ്പൊ അറേയുടെ എക്സ് എന്ന് പറയുന്ന അറേയുടെ ഫസ്റ്റ് എലമെന്റ് എക്സ് ഓഫ് 0-യിലെ
എക്സ് ഓഫ് 1 സെക്കൻഡ് എലമെന്റ്, എക്സ് ഓഫ് 2 തേർഡ് എലമെന്റ്, എക്സ് ഓഫ് 3 ഫോർത്ത് എലമെന്റ്. ഓക്കെ, ആംപർസാൻഡ് എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് എലമെന്റിന്റെ അഡ്രസ്. ഫസ്റ്റ് എലമെന്റിന്റെ അഡ്രസ് നമുക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 592 എന്ന് പറയുന്ന അഡ്രസ് കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് എലമെന്റിന്റെ അഡ്രസ് പ്രിന്റ് ചെയ്യുമ്പോൾ ഈ ഐയുടെ വാല്യൂ എന്താകും? 1 ആകും. അപ്പം ആംപർസാൻഡ് എക്സ് ഓഫ് 1 എന്നുള്ളതാകും. എന്നിട്ട് നമ്മൾ ആംപർസാൻഡ് എക്സ് ഓഫ് 1 പ്രിന്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് എലമെന്റ് കിട്ടുന്നു, പിന്നെ തേർഡ് എലമെന്റ് കിട്ടുന്നു, പിന്നെ ഫോർത്ത് എലമെന്റിന്റെ നമുക്ക് അഡ്രസ് കിട്ടുന്നു. ഇവിടെ നോക്കി, ഈ അഡ്രസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നോക്കി, 92 കഴിഞ്ഞ് 93 ആണോ അഡ്രസ്? അല്ല, കാരണം ഇവിടെ അറയിൽ നമ്മൾ ഇന്റിജർ വേരിയബിൾസിനാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം 92, 93, 94, 95 വരെ 4 ബൈറ്റ്സ് ആദ്യത്തെ വേരിയബിൾ എടുക്കും. ഓക്കെ, പിന്നെ എന്താണ് 96, 97, 98, 99 വരെ അടുത്ത വേരിയബിൾ എടുക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ നോക്കി 92, 96, 100, 104. അതായത് 592, 596, 600, 604. അങ്ങനെയാണ് എന്താണ് മെമ്മറി ലൊക്കേഷൻ വന്നത്. അപ്പം ഇതാണ് അറയിൽ ഇരിക്കുന്ന ഓരോ എലമെന്റിന്റെയും അഡ്രസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ആണ്. കാരണം ആദ്യത്തെ എലമെന്റ് 92 തൊട്ട് 92, 93, 94, 95 വരെയുള്ള എടുത്തു, 4 ബൈറ്റ്സ് എടുത്തു. അടുത്ത എലമെന്റ് എടുക്കുന്നത് 96 തൊട്ട് എന്താണ് 596 തൊട്ട് 599 വരെ. പിന്നെ അടുത്തത് എന്താണ് 600 തൊട്ട് പിന്നെ 603 വരെ ഉള്ളത് എടുക്കും. പിന്നെ അടുത്തത് 604 തൊട്ടുള്ള എടുക്കും. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലാണ് അതിന്റെ അഡ്രസ് വരുന്നത്. അപ്പൊ ഓരോ മെമ്പേഴ്സിന്റെ അഡ്രസ് നമ്മളിവിടെ പ്രിന്റ് ചെയ്യും. ഇനി നമ്മളിവിടെ നോക്കിയേ, ഇപ്പം വെറും എക്സ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യാന്ന് വിചാരിച്ചു, വെറും എക്സ്. ഇപ്പൊ ഇവിടൊക്കെ ഞാൻ പ്രിന്റ് ചെയ്തത് എന്താണ്? ആംപർസാൻഡ് എക്സ് ഓഫ് ഐ, അതായത് ആംപർസാൻഡ് എക്സ് ഓഫ് 1, ആംപർസാൻഡ് എക്സ് ഓഫ് 2, ആംപർസാൻഡ് എക്സ് ഓഫ് 0 വന്ന് പിന്നെ ആംപർസാൻഡ് എക്സ് ഓഫ് 3 വരെ നമ്മൾ പ്രിന്റ് ചെയ്തു ഓരോ എലമെന്റിന്റെ അഡ്രസ്. ഇനി നമ്മൾ വെറും എക്സ് പ്രിന്റ് ചെയ്യാന്ന് വിചാരിച്ചു. വെറും എക്സ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെന്റേജ് യു ഇട്ട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എലമെന്റിന്റെ അഡ്രസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് എലമെന്റിന്റെ അഡ്രസ് ആയിരിക്കും. അതായത് പെർസെന്റേജ് യു വെച്ചിട്ട് നോർമലി നമ്മൾ അറയിലെ എലമെന്റ്സിനെ പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഇൻഡെക്സ് വെച്ചിട്ടല്ലേ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ പെർസെന്റേജ് ഡി ആംപർസാൻഡ് എക്സ് ഓഫ് 1, അപ്പം ഫസ്റ്റ് എലമെന്റിന്റെ അഡ്രസ് കിട്ടും. പെർസെന്റേജ് ഡി പെർസെന്റേജ് ഡി എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇൻഡെക്സിൽ ഇരിക്കുന്ന അതിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ അതുപോലെ എക്സ് ഓഫ് പിന്നെ 2 എന്ന് പറഞ്ഞ് ആ സെക്കൻഡ് ഇൻഡെക്സിലുള്ളതിന്റെ വാല്യൂ കിട്ടും, പെർസെന്റേജ് ഡി. ഇവിടെ നമ്മൾ പെർസെന്റേജ് യു ഇട്ടിട്ട് എക്സ് എന്ന് പറഞ്ഞാൽ, അതായത് അറയുടെ പേര് മാത്രം നമ്മൾ പ്രിന്റ് ചെയ്യാണ്. അറേ ഓൾവേസ് പോയിന്റ്സ് ടു എന്താണ് അതിന്റെ ഫസ്റ്റ് എലമെന്റിന്റെ അഡ്രസ്സിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയ ഫസ്റ്റ് എലമെന്റിന്റെ അഡ്രസ് എത്രയായിരുന്നു? 592. അപ്പം ആ 592 എന്ന് പറയുന്ന അഡ്രസ്സിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അപ്പം ഇതൊരു ബേസിക് സംഭവമാണ്. അപ്പൊ ഇത് പഠിച്ചാലേ അറയും പോയിന്ററും തമ്മിലുള്ള, ഇപ്പൊ അറയും പോയിന്ററും തമ്മിലുള്ള കണക്ഷനിലോട്ട് നമ്മൾ പോയില്ല. അറയുടെ ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തന്നതാണ്. അറയുടെ ഓരോ എലമെന്റ്സിന്റെയും അഡ്രസ് എങ്ങനെയാണ് പോകുന്നതെന്നും, എന്നാൽ അറയുടെ പേര് മാത്രം നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുകയാണ്, പ്രിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ, എന്നിട്ട് പെർസെന്റേജ് യു വെച്ചിട്ട് പ്രിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് എലമെന്റിന്റെ അഡ്രസ് ആണ് കിട്ടുന്നത്. ഓരോ എലമെന്റിന്റെ അഡ്രസ് കിട്ടാൻ ആംപർസാൻഡ് എക്സ് ഓഫ് 0, ആംപർസാൻഡ് എക്സ് ഓഫ് 1, ആംപർസാൻഡ് എക്സ് ഓഫ് 2, ആംപർസാൻഡ് എക്സ് ഓഫ് 3 എന്ന് പറയുമ്പോൾ ഓരോ എലമെന്റിന്റെ അഡ്രസ് നമുക്ക് കിട്ടുന്നു. ഓക്കെ, പെർസെന്റേജ് യു ഇട്ട് പ്രിന്റ് ചെയ്യും. ഇനി വെറും എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് എലമെന്റ്. ഫസ്റ്റ് എലമെന്റ് അഡ്രസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതൊരു ബേസിക് പ്രിൻസിപ്പിൾ ആണ്. ഇനി നമ്മൾ എന്താണ് ഇനി അറയും ഇതും തമ്മിലുള്ള ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അറയും പോയിന്റേഴ്സും തമ്മിലുള്ള ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, write a program to read and display an array using pointer. Write a program to read and display an array using pointer. ഇവിടെ നോക്കിയേ, P30 എന്ന് പറയുന്ന ഒരു അറേ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് ഇതിന്റെ അകത്ത് 30 ഇൻഡിജേഴ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. P എന്ന് പറയുന്ന അറയില് I എന്ന് പറയുന്ന ഒരു വേരിയബിൾ, N എന്ന് പറയുന്ന ഒരു വേരിയബിൾ. അപ്പം എന്റെ സൈസ് സമയമായോ നിങ്ങൾക്ക്? 9:30 ഇതൂടെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവേ. അപ്പം
ഇൻഡ് അപ്പൊ എൻ്റർ ദ സൈസ് ഓഫ് ദ അറേ, അറേയുടെ സൈസ് നമ്മൾ, അതായത് എത്ര എലമെന്റ്സിനെ നമുക്ക് അറേയിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പൊ മാക്സിമം നമുക്ക് 30 സ്റ്റോർ ചെയ്യാം. ഇപ്പൊ എത്ര എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ് എന്നിലോട്ട് നമ്മൾ കൊടുക്കുന്നത്. എൻ്റർ ദ എലമെന്റ്സ് അറേയിലോട്ട് എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യും. ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇവിടെ നോക്കി %d, p+i എന്നാണ് ഞാൻ കൊടുത്തത്. ശരിക്കും ഞാൻ സാധാരണയായിട്ട് കൊടുക്കുവാണെങ്കിൽ ഞാൻ എന്തോ ചെയ്യും, സ്കാൻ ഓഫ് %d &i എന്ന് പറഞ്ഞിട്ടാണ്, p(i) എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ p(0) ആദ്യത്തെ എലമെന്റ് പോകുന്നു, p(1) അടുത്ത പോകുന്നു, അങ്ങനെ. പക്ഷെ ഇവിടെ p+i എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, p എന്ന് പറഞ്ഞ എന്താന്ന് ഞാൻ പറഞ്ഞത്, p always points to the first element address. എന്നിട്ട് +i എന്ന് നോക്കുമ്പോൾ ആദ്യത്തെ ഐയുടെ വാല്യൂ എത്രയാണ്, 0. അപ്പൊ ഫസ്റ്റ് അഡ്രസ്സിലോട്ട്, അറേയുടെ ഫസ്റ്റ് അഡ്രസ്സിലോട്ട് ആദ്യത്തെ എലമെന്റ് പോകുന്നു. പിന്നെ ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ p+1 എന്ന് പറയുമ്പോൾ ഇപ്പൊ 1000 ആദ്യത്തെ എലമെന്റ് പോയെങ്കിൽ അപ്പം 1000+1 എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുമ്പോൾ എത്രയാണ്, 4 ആണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം 1004 അടുത്ത് പോകുന്നു, പിന്നെ 1008 പോകുന്നു. അങ്ങനെ നമുക്കിവിടെ പ്രിന്റ് ചെയ്യിക്കാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇനി അതിന്റെ വാല്യൂസിനെ നമുക്ക് കാണണമെങ്കിൽ ഇപ്പൊ സ്കാനഫ് എപ്പോഴും അഡ്രസ്സിനെ അല്ലേ കാണിക്കുന്നത്, അഡ്രസ്സിലോട്ടല്ലേ സ്റ്റോർ ചെയ്യുന്നത്. ഇനി പ്രിന്റ് എഫ് വരുമ്പോൾ അതിന്റെ വാല്യൂവിനെ കാണെങ്കിൽ ഇങ്ങനെ *p+i വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ p എന്ന് പറയുന്ന എപ്പോഴും അറേയുടെ നെയിം ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിന്റെ ഫസ്റ്റ് എലമെന്റ് അഡ്രസ്സാണ്. *p എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള വാല്യൂ. അപ്പോൾ *p+i എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ ആദ്യം 0 ആകുമ്പോൾ ആദ്യത്തെ എലമെന്റ് തന്നെ. ഓക്കെ. എന്നിട്ട് ഓരോ എലമെന്റിനെ ഇതിന്റെ അഡ്രസ് ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ആ വാല്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ *p+i എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഓരോ വാല്യൂസും ഇവിടെ കിട്ടുന്നു. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി അടുത്ത ദിവസത്തെ എന്റെ ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫയലിന്റെ കാര്യങ്ങൾ പഠിച്ചിട്ട് ഇനി അറേയുടെ ഇതിനകത്തുള്ള, അതായത് പോയിന്റേഴ്സിന്റെ ഫയൽസിനകത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസോടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്?